എല്ലാവർക്കും നമസ്കാരം. നോൺ വയലന്റ് ആയിട്ട് തന്നെ പറയട്ടെ, മുഖമുള്ളവർക്ക് നമസ്കാരം, മുഖമില്ലാത്തവർക്ക് നല്ല നമസ്കാരം. നമ്മള് ഈ പൊതുപരിപാടികളിൽ ഒളിഞ്ഞു നോക്കുന്ന പ്രവണത ഒരുപാട് പേർക്കുണ്ട്. നമ്മളിവിടെ ഒളിഞ്ഞു നോട്ടമല്ല, ബന്ധുക്കളാണ്. ബന്ധുക്കളുടെ ഇടയിൽ തുറന്നിരുന്നാ മതി, മനസ്സ് തുറന്ന് ഇരുന്നാ മതി, മുഖം കാണിച്ചിരുന്നാ മതി എന്നുള്ളതാണ് നമ്മുടെ പക്ഷം. പരിചയപ്പെടുത്താതെ പോയവര് സസെപ്റ്റബിലിറ്റി അല്ലെങ്കിൽ വിധേയത്വം എന്നുള്ള കാര്യത്തിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുന്നത് കൊണ്ടായിരിക്കാം. ആണെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല, അങ്ങനെയും ഉണ്ടായിരിക്കാം. അതൊന്നുമില്ലാതെ നമുക്ക് എങ്ങനെയാണ് അഹിംസയുടെ ഒരു വഴിയിലെത്താൻ കഴിയുക? അതൊരു ചോദ്യം തന്നെയാണ്. നമുക്കറിയാം, ലോകം എന്നോട് നല്ല രീതിയിൽ പെരുമാറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ എങ്ങനെ പെരുമാറിയാലും, ഞാൻ ഏത് വിധത്തിലായാലും അത് പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറില്ല. പക്ഷേ ലോകം എന്നോട് ചിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നോട് സൗമ്യമായ വാക്കുകൾ ഉപയോഗിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നോട് നല്ല രീതിയിൽ ഇടപെടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പ്രകൃതിയുടെ നിയമം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ എന്ത് കൊടുക്കുന്നുവോ ആ കൊടുക്കുന്നതാണ് നമ്മിലേക്ക് വരിക. അപ്പൊ ഈ വിധമുള്ള ഒരു വിനിമയത്തെക്കുറിച്ച് പ്രകൃതിയുടെ നിയമങ്ങളെ പഠിക്കുന്ന ഈ കൂട്ടം കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത് പൊതുലോകത്തിന് കൊടുക്കാനുള്ള, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പൊതുലോകത്തിന് കൊടുക്കാനുള്ള മയപ്പെടുത്തിയുള്ള വിഷയങ്ങൾ, വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള വിഷയങ്ങൾ പൊതുലോകത്തിന് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ജാലകമാണ് ഈ ഫ്രൈഡേ വിസ്ഡം എന്നുള്ള പരിപാടി. ഫ്രൈഡേ വിസ്ഡം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7:30 മുതൽ 9:00 വരെ ലളിതമായ ചില കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തുന്നു. നിലനിൽപ്പിന് ആധാരമായ ഒരു സമൂഹ നിർമ്മിതിയിൽ പ്രസക്തമായ വിഷയങ്ങളെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അപ്പൊ അതിൽ ഇന്നത്തെ വിഷയമാണ് അഹിംസാത്മകമായ വിനിമയം എന്നുള്ളത്. അപ്പോ നമുക്ക് വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് സന്തോഷ് ഒളിമ്പസ് എന്നാണ്. പാലക്കാട് ജില്ലയിലെ നവഗോത്ര ഗുരുകുലത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പോൾ 53 വയസ്സായി. 9 വയസ്സുള്ളപ്പോ ഞാനും എന്റെ കൂട്ടുകാരും ചേർന്ന് ആരംഭിച്ച ഒരു ചെറിയ കുട്ടികളുടെ സയൻസ് ക്ലബ്ബാണ് ഇന്ന് ഗ്രിംഗ്രോസ് ഇക്കോ വില്ലേജ് എന്നുള്ള പേരില് ഒരു നവസംവിധാനത്തെ ഉരുവാക്കിക്കൊണ്ടിരിക്കുന്നത്. ആഗതമാകുന്ന ജീവിത പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഒരു വഴി എന്ന രീതിയിലാണ് നമ്മൾ ഈ സുസ്ഥിര ജീവിത സമൂഹത്തെ മുൻപോട്ട് വയ്ക്കുന്നത്. 42-43 വർഷമായിട്ട് ഇതേ വഴി പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് വീഴ്ചകൾ, ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് തിരിച്ചറിവുകൾ, ഒരുപാട് വെളിപാടുകൾ ഒക്കെ ഉണ്ടായി. അവയുടെ ആകത്തുകയാണ് ഒളിമ്പസ് എന്നുള്ള പേരിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന വിഷയം. അതിൽ ഇന്ന് അവതരിപ്പിക്കുന്ന വിഷയത്തില് നമ്മൾ ഒരുപാട് കാലമായിട്ട് നമ്മുടെ കമ്മ്യൂണില്, കേരളത്തിലെ ആദ്യത്തെ ഇക്കോ കമ്മ്യൂണാണിത്. 1994 മുതൽ ഒരു കമ്മ്യൂണായിട്ട്, കൂട്ടുജീവിത കേന്ദ്രമായിട്ട് മുൻപോട്ട് പോകുന്ന ഒരു സംവിധാനമാണിത്, ഈ നവഗോത്ര ഗുരുകുലം എന്നുള്ളത്. അപ്പൊ ഇവിടെ വന്നു ചേർന്ന സാമൂഹ്യ പ്രവർത്തകർക്ക്, പ്രകൃതി സാധകർക്ക്, ആത്മാന്വേഷികൾക്ക് ഒക്കെ അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാൻ വേണ്ടി നമ്മൾ നൽകിയ പല പാഠങ്ങളിൽ ഒന്നാണ് അഹിംസാത്മകമായിട്ടുള്ള വിനിമയം എന്നുള്ളത്. നമുക്ക് ചുറ്റുപാടിനോട് നമ്മൾ ഇടപെടുന്നത് അഹിംസാത്മകമായിരിക്കണം എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ വളരെ ചെറിയൊരു ഭാഗം നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അതിന് പൊതുലോകത്ത് ജനസമ്മതി നേടിയ ഒരു രീതി ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതിനെ ആധാരമാക്കിയിട്ടാണ് നമ്മൾ ഇന്നത്തെ പ്രസന്റേഷൻ. അപ്പൊ നമ്മൾ ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും, ജീവിതത്തിൽ വരുത്താവുന്ന ഓരോ മാറ്റങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളും, അതിന് പരിശീലനക്രമങ്ങളുണ്ട്, അതിനനുസരിച്ചുള്ള കോഴ്സുകളുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ അത്തരത്തിലൊരു സാമൂഹ്യ നിർമ്മിതി ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് പോകാം. വിഷയത്തിലേക്ക് പോകുന്നതിന് ഞാൻ ഇവിടെ ഒരു പ്രസന്റേഷനെ അവലംബിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിൽ ഒരു പേനയും പുസ്തകവും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇതുമായിട്ട് മുൻപോട്ട് പോകുന്നത്. ഇത് നോട്ടുകൾ എഴുതിയെടുക്കാനുണ്ടാവും. അതുപോലെ തന്നെ 2 ക്വസ്റ്റ്യനേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഈ ക്വസ്റ്റ്യനേഴ്സിന്റെ ആൻസറും നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനനുസരിച്ച് പിന്നീട് മാർക്ക് ഇടേണ്ടതുണ്ട്. അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ
പുസ്തകവും പേനയും കയ്യിലില്ലാത്തവർ ദയവ് ചെയ്ത് അതൊന്ന് കൊണ്ടുവന്ന് ഇവിടെ ഇരിക്കുക. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കയറാം. ഞാൻ പ്രസന്റേഷനിലേക്ക് കയറുന്നു. നിങ്ങൾക്ക് ചോദ്യങ്ങൾ, സംശയങ്ങൾ തുടങ്ങിയവ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കുക. നോട്ട് പുസ്തകത്തിൽ എഴുതി വെച്ച സംശയങ്ങളെ പിന്നീട് എന്നോട് നേരിട്ട് ചോദിക്കാം. പ്രസന്റേഷൻ കഴിഞ്ഞതിന് ശേഷം ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. ഞാൻ അപ്പോൾ വിളിക്കാം. അതല്ല എല്ലാവരും കൂടെ ഒരുമിച്ച് ചോദിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ നമുക്ക് പ്രസന്റേഷനിലേക്ക് പോകാം. അപ്പോൾ പ്രസന്റേഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായോ എന്ന കാര്യം എനിക്ക് അറിയേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ട് മനസ്സിലായെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ യെസ് എന്നൊന്ന് എഴുതിയിടുക. അത് നമ്മൾ തമ്മിൽ ഇന്ററാക്ഷന്റെ തുടക്കത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എഴുതിയിടാൻ പറയുന്നത്. നിങ്ങൾ എല്ലാവരും എഴുതിയിടുമെന്നും പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ യെസ് എന്നൊന്ന് എഴുതിയിടുക. പുതിയ ആളുകള് ആർക്കും ഒന്നും പറയാനില്ല. നമ്മള് ഒരു ഇന്ററാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് ബോധ്യമാകണമെങ്കിൽ നിങ്ങൾ എനിക്ക് മുന്നിൽ തുറന്നിരിക്കണം. ആ തുറന്നിരിപ്പ് നമ്മൾ തമ്മിലുള്ള വിനിമയത്തിൽ കൂടെ വേണമല്ലോ സംഭവിക്കാൻ. അപ്പോ അത് സംഭവിക്കാൻ നിങ്ങൾ എഴുതി തുടങ്ങാം. അപ്പോൾ നോട്ട് പുസ്തകവും പേനയും തയ്യാറായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമുക്ക് പ്രസന്റേഷനിലേക്ക് കയറാം. നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷൻ അഥവാ NYC. ഇവിടെ NYC എന്ന് കാണുന്നിടത്തേക്കുള്ള നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. ഇതൊരു ലൈഫ് ഹെൽത്ത് പ്രാക്ടീസ് ആണ്. ജീവിതാരോഗ്യ ജീവിതത്തിന്റെ ആരോഗ്യം ഉണ്ടല്ലോ, ആരോഗ്യത്തെ കുറിച്ച് നമുക്കൊക്കെ അറിയാം. ജീവിതത്തിനൊരു ആരോഗ്യം ഉണ്ടല്ലോ, ആ ആരോഗ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാം നമ്മൾ തമ്മിലുള്ള വിനിമയങ്ങൾ പലതരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അവയുടെ അടിസ്ഥാന കാരണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ സംസാരിക്കാൻ, വിനിമയം ചെയ്യാൻ നമുക്ക് കഴിയാതെ പോകുമ്പോൾ നമുക്ക് പ്രശ്നമാകും. എല്ലാവരും എനിക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ സംസാരിക്കണമെന്നും വിനിമയം ചെയ്യണമെന്നും എന്നോട് ഇടപെടണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ അതുപോലെ തന്നെ അങ്ങോട്ട് ഇടപെടേണ്ടതുണ്ടല്ലോ. അപ്പൊ ആ ഇടപെടലിന്റെ രീതിയാണ് നമ്മളിവിടെ പറയുന്നത്. നിങ്ങള് നമ്മുടെ പോസ്റ്ററിൽ കണ്ട ചിത്രമാണിത്. അമ്മയും മോളും കൂടെ ഉള്ള ഒരു സന്തോഷകരമായി ഇരിക്കുന്ന ഒരു ചിത്രം. ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്രിയേറ്റ് ചെയ്ത ഒരു ചിത്രമാണ്. അമ്മയും മോളും തമ്മില് മനസ്സുകൊണ്ട്, ശരീരം കൊണ്ട്, ഇടപെടൽ കൊണ്ട്, പെരുമാറ്റം കൊണ്ട്, ഊർജം കൊണ്ടൊക്കെ നല്ല രീതിയിലായിരിക്കുമ്പോഴാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര അഭിമുഖമായിരിക്കുമ്പോഴാണ്, സ്നേഹത്തിലായിരിക്കുമ്പോഴാണ് ഇങ്ങനെ ചിരിക്കാൻ കഴിയും. ഇങ്ങനെ ഒരു ചിരി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നൊരു പരിശോധന നമുക്ക് നടത്തേണ്ടതുണ്ട്. നമ്മൾ മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ മറ്റുള്ളവർക്ക് നോവുമോ എന്നൊരു പരിശോധന നമ്മൾ നടത്തിയാൽ നന്നായിരിക്കില്ലേ? പഴയൊരു പാട്ടുണ്ട്. അതില് എന്നെ അനുരാഗത്തിൻ തേൻമുള്ളുകൾ കൊണ്ട് നോവുന്നുവോ ദേവി എന്നൊരു വരിയുണ്ട്. എന്റെ അനുരാഗത്തിന്റെ തേൻമുള്ളുകൾ, അനുരാഗം വളരെ മധുരമുള്ളതാണ്. അനുരാഗത്തിന്റെ തേൻമുള്ളുകൾ കൊണ്ട് നോവുന്നുവോ എന്നൊരു പരിശോധന കവി നടത്തുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ ഇഷ്ടമായിരിക്കാം, നമ്മുടെ സ്നേഹമായിരിക്കാം, നമ്മുടെ കൺസിഡറേഷൻ ആയിരിക്കാം, അത് നമ്മൾ നൽകുന്ന സമയത്ത് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ എന്ന ഒരു അന്വേഷണം. ഇതിവിടം കൊണ്ട് തീരുന്നതല്ല. ഇതിന് വളരെ വിപുലമായ ഒരു സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ വളരെ ചുരുങ്ങിയ ഒരു ഇടത്ത് മാത്രമാണ് നമ്മൾ ഇന്ന് വിഷയങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ഓക്കെ. അപ്പോ മറ്റുള്ളവർക്ക് എന്റെ വിനിമയത്താൽ വേദന തോന്നാതിരിക്കുക, ഒരു തരത്തിലുള്ള ഹിംസയും അതിനകത്ത് ഉണ്ടാകാതിരിക്കുക, അതാണ് ഈ നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സത്യത്തിൽ അത് എവിടെയാണുള്ളത്? നമുക്ക് ഞാൻ വിനിമയം ചെയ്യുന്ന ആളുമായി എനിക്കൊരു മനസ്സിലാക്കൽ ഉണ്ടെങ്കിൽ അവിടെ എനിക്ക് നല്ല രീതിയിൽ അഹിംസാത്മകമായിട്ട് ഇടപെടാൻ കഴിയും. മനസ്സിലാക്കൽ ഉണ്ടായിരിക്കണം, നല്ലൊരു മനസ്സിലാക്കൽ ഉണ്ടായിരിക്കണം. എനിക്ക് അതുമായൊരു ബന്ധമുണ്ടായിരിക്കണം, ബന്ധത്തിൽ തന്നെ ആയിരിക്കണം എന്നുള്ള തോന്നൽ ഉണ്ടായിരിക്കണം.
ഞാൻ എൻ്റെ കുഞ്ഞിനോട് അല്ലെങ്കിൽ എൻ്റെ അമ്മയോട് അല്ലെങ്കിൽ എൻ്റെ അയൽക്കാരനോട് ഞാൻ ഇടപെടുന്ന സമയത്ത് ആ ബന്ധം നിലനിന്നു പോകേണ്ടതാണ് എന്ന ആ ഒരു തോന്നൽ എനിക്കുണ്ടാവണം. അയാളെ ഞാൻ മനസ്സിലാക്കണം, അയാളുമായിട്ടുള്ള ബന്ധം തുടരേണ്ടതുണ്ട്. എനിക്ക് അയാളുമായി ഒരു സഹാനുഭൂതി ഉണ്ടാകേണ്ടതുണ്ട്, അയാളോട് ഒരു സഹാനുഭൂതി ഉണ്ടാകേണ്ടതുണ്ട്. അത് അയാൾ നിൽക്കുന്ന ഇടത്ത് ഞാൻ നിന്നുകൊണ്ട് കാണുന്ന ഒരു കാഴ്ചയിലാണ് എനിക്ക് അയാളുടെ വിഷമങ്ങളും വേദനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം മനസ്സിലാക്കാനാകുക. അതിനാണ് എമ്പതി എന്ന് പറയുക, സഹാനുഭൂതി എന്ന് പറയുക. അതുണ്ടായിരിക്കണം. അവിടെയാണ് നമുക്ക് ഈ നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നത്. ഞാൻ ആരോടാണോ വിനിമയം ചെയ്യുന്നത് അയാളോട് എനിക്ക് ആദരവുണ്ടായിരിക്കണം. എന്താണ് ആദരവ് എന്നുള്ളതൊക്കെ നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ നമുക്കത് പറയാം കേട്ടോ. ഇത് ഈ പറയുന്ന ഓരോ വാക്കും, വാക്കിന്റെ വളവിലും തിരിവിലും എന്തെല്ലാം വ്യാകരണങ്ങൾ ഉണ്ടെന്ന് നമുക്ക് വിശദീകരിക്കാം. നമ്മൾ പക്ഷെ അത്രയും ആഴത്തിലേക്ക് തൽക്കാലത്തേക്ക് പോകുന്നില്ല. ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള മറുപടി തന്നിരിക്കും. പരിഗണനയുണ്ടായിരിക്കണം. നമ്മൾ ആരോടാണോ വിനിമയം ചെയ്യുന്ന അവിടെ അതിനോട് പരിഗണനയുണ്ടായിരിക്കണം. നമുക്ക് എന്നോടും അയാളോടുമുള്ള മൂല്യങ്ങൾ ഉണ്ടായിരിക്കണം. ഞാൻ എന്നുള്ള വ്യക്തിത്വത്തോട് എനിക്ക് അതിൽ മൂല്യം കണ്ടെത്താൻ കഴിയണം. പെരുമാറ്റത്തിൽ മൂല്യം കണ്ടെത്താൻ കഴിയണം. ഞാൻ എന്റെ മുന്നിൽ നിൽക്കുന്ന ഓപ്പണന്റിനോട് അയാളിൽ മൂല്യം കണ്ടെത്താൻ എനിക്ക് കഴിയണം. ഇതിനുമൊക്കെ അപ്പുറത്ത് ഇതിനെല്ലാം സമഗ്രമായി കൊണ്ടുപോകുവാൻ പാകത്തിലുള്ള സഹജബോധമുണ്ടായിരിക്കണം, സഹജജ്ഞാനമുണ്ടായിരിക്കണം. അപ്പൊ ഈ സഹജജ്ഞാനം നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടപ്പിലാക്കാൻ കഴിയുള്ളൂ. പഴയ കാലത്ത് ഇത് നല്ല രീതിയിലുണ്ടായിരുന്നു. നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പൊ ഒരാളെ കണ്ടാൽ നമസ്കരിക്കുക എന്നുള്ളൊരു കാര്യം. ഞാനിപ്പോ നിങ്ങളെ നോക്കി നമസ്കരിച്ചാൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഒരാള് ഒരു നമസ്കാരം പറഞ്ഞിട്ട് തിരിച്ച് നമസ്കരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് നമസ്കാരം പറഞ്ഞപ്പോൾ ഞാൻ നമസ്കാരം ഒന്നും പറയില്ല, ഞാനൊരു യുക്തിവാദിയാണ്. പക്ഷെ എനിക്കങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ ചേട്ടാ എന്ന് ചോദിച്ചപ്പോൾ അതുണ്ട് അത് അദ്ദേഹത്തിന്റെ അകത്തുള്ള പ്രതിപക്ഷ ബഹുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ തിരിച്ച് എന്നോട് ആ പ്രതിപക്ഷ ബഹുമാനം കാണിക്കാനുള്ള അറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അത് അദ്ദേഹത്തിന്റെ വിശ്വാസ പദ്ധതിയുടെ ഭാഗമായിട്ട് സംഭവിച്ചതാണ്. പലപ്പോഴും നമ്മൾ ഒരാളോട് ഇടപെടുന്ന ആ ഒരു രീതി നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായി വന്നിട്ടുണ്ട്. നമ്മൾ മണ്ണിനോട് ഇടപെടുന്നത്, ചെടികളോട് ഇടപെടുന്നത്, ജീവികളോട് ഇടപെടുന്നത്, നമ്മളെക്കാൾ മുതിർന്നവരോട് ഇടപെടുന്നത്, താഴെയുള്ളവരോട് ഇടപെടുന്നത്, ഇതിനൊക്കെ ചില വ്യാകരണങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആധുനിക കാലത്ത് സായിപ്പിന്റെ വ്യവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങിപ്പോയപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വ്യാകരണങ്ങളെല്ലാം ഒന്ന് തെറ്റി. സായിപ്പിന്റെ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, സായിപ്പ് എന്ന് പറയുന്നത് അധിനിവേശം ചെയ്ത സായിപ്പ്. ആ സായിപ്പിനെ നമ്മൾ പറയുന്നത് നമ്മുടെ നാട്ടിലെ സംസ്കാരം പോലെ എല്ലാ നാട്ടിലും അതത് മണ്ണുമായി ബന്ധപ്പെട്ട സംസ്കാരങ്ങളുണ്ട്. ഈ സംസ്കാരങ്ങളെ പ്രാചീന സംസ്കാരങ്ങൾ എന്ന് പറയാം, അല്ലെങ്കിൽ ഷാമനിക് കൾച്ചേഴ്സ് എന്ന് പറയാം. എല്ലാ നാട്ടിലും അത്തരം സംസ്കാരങ്ങളുണ്ട്. അവിടെയെല്ലാം തന്നെ ഈ ആദരവും വാത്സല്യവും സ്നേഹവും കരുണയും എല്ലാം ഉണ്ട്. പക്ഷെ ഇതൊന്നുമില്ലാതെ കച്ചവടത്തിന്റെ കമ്പോളത്തിന്റെ ഒരു അവസ്ഥയിൽ മാത്രം ലോകത്തെ കാണാൻ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ ഇതിലെ പലതും മറന്നു. പരസ്പരം മനസ്സിലാക്കൽ മറന്നു, പരസ്പരം ബന്ധത്തിലായിരിക്കുന്ന ഒരവസ്ഥ മറന്നു, സഹാനുഭൂതി മറന്നു, ആദരവ് മറന്നു, പരിഗണന മറന്നു, മൂല്യങ്ങൾ മറന്നു, സഹജജ്ഞാനത്തെ വിട്ടേപോയി. ഈ ഒരവസ്ഥയിൽ നമുക്ക് തിരിച്ച് ഇതിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു വഴി, ആ വഴി ഇപ്പൊ എല്ലാത്തിന്റെയും സമവാക്യങ്ങളുടെയും സൂത്രവാക്യങ്ങളുടെയും കാലമാണല്ലോ. അപ്പൊ അത്തരത്തിലെ ഒരു ആധുനിക കാലത്തെ സൂത്രവാക്യം ഉണ്ടാക്കുന്നതിനായിട്ട് ശ്രീ മാർഷൽ റോസൻബർഗ് എന്ന് പറയുന്ന ഒരു വിദേശിയായ ഗവേഷകൻ, മനഃശാസ്ത്രജ്ഞൻ കണ്ടെത്തിയ ഒരു പാഠമുണ്ട്. വളരെ ചെറിയ ചില ചുവടുകളിലൂടെയുള്ള ചില യാത്രയാണ്. ആ യാത്ര കൊണ്ട് ഇതിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളത് അദ്ദേഹം 1990-കളിൽ 96-ലൊക്കെ ആണെന്ന് തോന്നുന്നു അദ്ദേഹം അതിന്റെ ഒരു വെളിപ്പെടുത്തൽ നടത്തി. അത് ലോകമെമ്പാടും ഒരുപാട് ഓർഗനൈസേഷൻസ് നല്ല രീതിയിൽ പ്രവർത്തിക്കണം, നല്ലതായിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ഓർഗനൈസേഷൻസ് അതിനെ സ്വീകരിച്ചു. അത് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു ക്യാപ്സൂളാണ്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിലാണ് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. പക്ഷെ നമ്മുടേതായ ചില കൂട്ടിച്ചേർക്കലുകൾ അതിനുണ്ട് എങ്കിൽ പോലും നമ്മൾ ഇക്കോസൈക്കോളജിയുടെ പാഠങ്ങൾ, ഇതിന് പഴയ പഠിതാക്കൾക്ക് വേണ്ടി പറയാണ്, നമ്മൾ ഇക്കോസൈക്കോളജിയുടെ പാഠങ്ങളിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ വിനിമയം ചെയ്യേണ്ടത്, അനുരൂപപ്പെടേണ്ടത് എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്ത് അതിന്റെ ആഴങ്ങളിലേക്കൊന്നും നമ്മൾ ഇവിടെ പോകുന്നില്ല. പക്ഷെ ഈ ഒരു തുടക്കം പിന്നീട് ആഴങ്ങളിലേക്ക് പോകാൻ കാരണമായി തീരും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഞാൻ. അപ്പോ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. അപ്പോ ഇദ്ദേഹമാണ് ഈ പേര് പറഞ്ഞ മാർഷൽ റോസൻബർഗ്. ഓക്കെ,
അപ്പോ അദ്ദേഹം പറയുന്നതനുസരിച്ച് നമുക്ക് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാകേണ്ടത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് പാരസ്പര്യത്തിന് വേണ്ടിയിട്ടാണ്. ശരിയാം വിധമുള്ള പാരസ്പര്യം. ഞാനും എന്റെ ഇണയും തമ്മില്, ഞാനും എന്റെ മകനും തമ്മില്, ഞാനും എന്റെ അച്ഛനും അമ്മയും തമ്മില് ഒരു ശരിയായ വിനിമയം ഉണ്ടെങ്കിലാണ്, ആ പാരസ്പര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്കിടയിലുള്ള ബന്ധം സുദൃഢമാകുക. അപ്പോഴാണ് എനിക്ക് അയാളെ വേദനിപ്പിക്കാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയും. അപ്പോ ആ ഇന്ററാക്ഷൻ ഉണ്ടാകണമെങ്കിൽ ശരിയായ രീതിയിലുള്ള മനസ്സിലാക്കൽ ഉണ്ടായിരിക്കണം, നമ്മുടെ ഉള്ളിൽ ആ സഹാനുഭൂതി ഉണ്ടായിരിക്കണം, ബന്ധം ഉണ്ടായിരിക്കണം. ഇതുണ്ടെങ്കിൽ നമുക്ക് ഈ മറ്റൊരാളെ വേദനിപ്പിക്കാതെയുള്ള വിനിമയങ്ങൾ നമുക്ക് നടത്താൻ കഴിയും. പലപ്പോഴും വ്യക്തികൾ തമ്മിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുമ്പോൾ, പരസ്പരമുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാവുമ്പോൾ, കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുമ്പോൾ, വൈകാരികമായിട്ടുള്ള പ്രക്ഷുബ്ധതകൾ ഉണ്ടാവുമ്പോൾ, ഞാൻ പെട്ടെന്ന് ദേഷ്യം വന്നിരിക്കുക, ഞാൻ മറ്റുള്ളവരൊക്കെ ആയിട്ട് നല്ല ബന്ധത്തിലാണ്, പക്ഷെ ഞാൻ ദേഷ്യം വന്നിരിക്കുക, ആ ഒരു അവസ്ഥയിൽ ഞാൻ ഇടപെടുമ്പോൾ എന്തായിരിക്കും, ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എന്റെ കൈ വിട്ടുപോകും. ഞാൻ ഉചിതമായ രീതിയിലല്ല ചിലപ്പോൾ ഇടപെടുക. ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നിരിക്കും, ആ കോൺഫ്ലിക്റ്റിന്റെ സമയത്ത് ഞാൻ ഇടപെടുന്നത് വളരെ മോശമായിട്ടായിരിക്കും. അപ്പോ ഈ നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അഹിംസാത്മകമായ ഈ വിനിമയം എന്നുള്ളത് പ്രയോജനപ്പെടുന്നത് പലപ്പോഴും ഇങ്ങനെ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുമ്പോഴും, കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുമ്പോഴും, നമ്മുടെ വൈകാരിക പ്രക്ഷുബ്ധതകൾ ഉണ്ടാകുമ്പോഴും ഒക്കെയാണ്. അപ്പോൾ ഇത് എവിടെ വേണമെങ്കിലും പ്രയോഗിക്കാം കേട്ടോ. നമ്മുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഞാൻ അച്ഛൻ, അമ്മ, ഇണ, കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞു, അയൽക്കാരെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പിൽ നമ്മുടെ സൗഹൃദങ്ങളിൽ ഉപയോഗിക്കാം. നമ്മൾ ജോലിക്ക് പോകുന്നുണ്ടല്ലോ, ജോലിയിടങ്ങളിൽ, തൊഴിലിടങ്ങളിൽ നമുക്കത് ഉപയോഗിക്കാം. നമ്മുടെ വിദ്യാലയങ്ങളിൽ ഉപയോഗിക്കാം. സാമൂഹ്യ ബന്ധങ്ങളിൽ, സാമൂഹ്യമായിട്ടുള്ള സേവനങ്ങൾ, സാമൂഹ്യ ഇടപെടലുകളിൽ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെയെല്ലാം തന്നെ ഈ നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് നമ്മുടെ ഉള്ളിൽ, നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യണം, നമ്മുടെ ഉള്ളിൽ സഹാനുഭൂതി എന്നുള്ളത് വളർത്തും. നമ്മുടെ ഉള്ളിൽ സഹാനുഭൂതി വളരുന്ന സമയത്ത് നാം ലോകത്തിന് പ്രിയപ്പെട്ടവരാകും, ലോകത്തിന് വേണ്ടതാവും. ലോകം എന്ന് പറയുമ്പോൾ ലോകത്തെ മനുഷ്യർ മാത്രമല്ല, മറ്റു ജീവജാലങ്ങൾക്ക്, സസ്യങ്ങൾക്ക്, പ്രകൃതിക്ക്, ഈ പ്രപഞ്ച സംവിധാനത്തിന് ഗുണകരമാകുന്ന രീതിയിലായി തീരും നമ്മൾ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എമ്പതി ഉണ്ടാവുക, സഹാനുഭൂതി ഉണ്ടാവുക എന്നുള്ളതായിരിക്കും ഇതിലെ ഏറ്റവും വലിയ ഗുണകരമായിട്ടുള്ള അവസ്ഥ. 2, കോൺഫ്ലിക്റ്റുകൾ ഇല്ലാതെ ആകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. പീസ് ആൻഡ് കോൺഫ്ലിക്ട് സ്റ്റഡീസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സമാധാനവും കോൺഫ്ലിക്റ്റും, ഈ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ എന്നുള്ള ഒരു അവസ്ഥ ലോകരാജ്യങ്ങളും സംഘടനകളും ഒക്കെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അഭിമാനപൂർവ്വം ഞങ്ങൾക്ക് പറയാം, ഏഷ്യ പസഫിക് പീസ് റിസർച്ച് അസോസിയേഷന്റെ ഭാഗമാണ് ഈ ഒളിമ്പസും ഗ്രീൻ റോസ് ഫൗണ്ടേഷനും ഒക്കെ. അപ്പോ നമ്മളും ആ ഒരു പീസ് ആൻഡ് കോൺഫ്ലിക്ട് സ്റ്റഡീസിന്റെ ഭാഗമായിട്ടുള്ള പഠനത്തിന്റെ ഭാഗമായിട്ടും കൂടിയാണ് ഇത് അവതരിപ്പിക്കുന്നത്. പിന്നെ ബന്ധങ്ങളെ മെച്ചപ്പെടുത്താൻ കഴിയും ഈ നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷൻ വഴി. ബന്ധങ്ങൾ എന്ന് വെച്ചാൽ മനുഷ്യരും മനുഷ്യരല്ലാത്തവരുമായിട്ടുള്ള ബന്ധങ്ങളെ, അയൽക്കാരുമായിട്ടുള്ള ബന്ധങ്ങളെ, തൊഴിലിടങ്ങളിലുള്ള ബന്ധങ്ങളെ നമുക്ക് മെച്ചപ്പെടുത്താൻ കഴിയും. അത് മാത്രമല്ല, പലപ്പോഴും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ വയ്യാതായി പോകുന്നു. എനിക്ക് പറയാനുണ്ടാവും, പക്ഷെ അയാൾ ദേഷ്യപ്പെടുമെന്ന് കരുതി ചിലപ്പോൾ ഒന്നുകിൽ പറയില്ല, അല്ലെങ്കിൽ അയാൾക്ക് വിഷമം തോന്നിയാലെന്ന് കരുതി നമ്മൾ പറയില്ല. പറയേണ്ടത് എങ്ങനെയാണ് എന്നത് പറയേണ്ട കാര്യങ്ങൾ പറയാനുമുള്ള ശേഷി നമുക്ക് ആർജിക്കാൻ പറ്റും ഈ നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷൻ അറിയുക വഴി. ഓക്കെ, അപ്പോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു ക്വസ്റ്റ്യനെയർ ഞാൻ തരാം. ആ ക്വസ്റ്റ്യനെയർ വഴി നിങ്ങളിലെ നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷന്റെ അളവ് എത്രത്തോളമാണെന്ന് ആദ്യം ഒന്ന് അളക്കുക. ഇത് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടോ എന്നുള്ളത് അറിയേണ്ടതുണ്ടല്ലോ. അങ്ങനെ ആവശ്യമുണ്ടോ എന്നുള്ള ഒരു പരിശോധന നമുക്ക് നടത്താം. അപ്പൊ ആ പരിശോധന നടത്താൻ നിങ്ങളുടെ കയ്യിൽ ഒരു പേനയും പുസ്തകവും ഉണ്ടായിരിക്കണം. അപ്പോ ഈ ചോദ്യങ്ങൾ ഒന്ന് എഴുതിയിടുന്നതും നന്നായിരിക്കും. ചോദ്യങ്ങൾക്ക് 5 ലെവലിലാണ് നമ്മൾ മാർക്ക് ഇടുക. ഈ ചോദ്യങ്ങൾ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ 1 നിങ്ങൾക്ക് ഒരിക്കലും ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് ഉള്ളതെങ്കിൽ 1 എന്നുള്ള മാർക്ക് ഇടുക. ചോദ്യം എഴുതണ്ട കേട്ടോ, ഉത്തരം നിങ്ങൾ മാർക്ക് മാത്രം ഇട്ടാൽ മതി, മാർക്ക് കൂട്ടിയാൽ മതി. ഓക്കെ, ചോദ്യം എഴുതണ്ട, അതിന് ഒരുപാട് സമയം പോകും. രണ്ടാമത്, വല്ലപ്പോഴും അങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരനോട് പിണങ്ങാറുണ്ട് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയുകയാണെന്നിരിക്കട്ടെ. ഒരിക്കലും ഇല്ല എന്നുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ പിണങ്ങാറുണ്ട്, അതെ,
പിണങ്ങാറുണ്ട് എന്നുള്ളതാണെങ്കിൽ 1, വല്ലപ്പോഴും ആണെന്നുണ്ടെങ്കിൽ 2, ഇടയ്ക്ക് ആണെങ്കിൽ 3, അതല്ല ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ 4, എപ്പോഴും ആണെങ്കിൽ 5. ഇങ്ങനെയാണ് മാർക്ക് ഇടേണ്ടത്. അപ്പോ എല്ലാവരും ക്വസ്റ്റ്യനർ കേൾക്കാൻ റെഡിയായി ഇരിക്കുകയല്ലേ? റെഡിയാണെങ്കിൽ യെസ് എന്ന് ഒന്ന് ടൈപ്പ് ചെയ്യുക. വൈ എന്നിട്ടാലും മതി. ഓക്കെ, താങ്ക് യു. ഒന്നാമത്തെ ചോദ്യം, ഞാൻ മാർക്കിന്റെ കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. നെവർ ആണെങ്കിൽ 1, റെയർ ആണെങ്കിൽ 2, സംടൈംസ് ആണെങ്കിൽ 3, ഇടയ്ക്കിടെയാണ് 4, എപ്പോഴും ആണെങ്കിൽ 5. When I observe a situation, I describe what I see without adding my opinions or judgments. മലയാളത്തിൽ പറയാം, ഞാനൊരു സാഹചര്യത്തെ നിരീക്ഷിക്കുമ്പോൾ എന്റെ അഭിപ്രായങ്ങളോ മുൻവിധികളോ ചേർക്കാതെ കാണുന്നതിനെ ഞാൻ മനസ്സിലാക്കുന്നു. അതായത് ഞാനൊരു കാര്യത്തെ കാണുന്ന സമയത്ത് ഓ അതിങ്ങനെയാണ്, അല്ലെങ്കിൽ അവൻ ഇങ്ങനെയാണ്, അതിങ്ങനെ സംഭവിക്കൂ എന്നൊക്കെ ഞാൻ മുൻവിധിക്കുന്നതിന് പകരം, എന്റെ അഭിപ്രായങ്ങൾ ചേർത്തുന്നതിന് പകരം ഞാൻ അതിനെ അതേപോലെ തന്നെ, അതെന്താണോ അങ്ങനെ തന്നെ കണ്ടു മനസ്സിലാക്കുന്നു. അങ്ങനെ നിങ്ങൾ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. വല്ലപ്പോഴുമാണ്. ഇപ്പോ ഒരു കൊച്ചുകുഞ്ഞിന്റെ കാര്യമാണെന്ന് ഇരിക്കട്ടെ. കൊച്ചുകുഞ്ഞിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടാവില്ല. കൊച്ചുകുഞ്ഞ് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അവർ കുഞ്ഞിന് പറ്റിയ അബദ്ധം പറ്റിയാൽ അത് അവന് അബദ്ധമേ വരുത്തുന്നൊന്നും നമ്മൾ വിചാരിക്കില്ല. കുഞ്ഞിന് അബദ്ധം പറ്റി നമ്മളത് കൈകാര്യം ചെയ്യാന്ന് മാത്രമേ വിചാരിക്കുള്ളൂ. അപ്പം ഞാൻ സാധാരണ രീതിയിൽ ഒരു സാഹചര്യത്തെ നിരീക്ഷിക്കുമ്പോൾ എന്റെ അഭിപ്രായങ്ങളോ മുൻവിധികളോ അതിന്റെ കൂടെ ചേർക്കാതെ കാണുന്നതിനെ ഞാൻ മനസ്സിലാക്കും. ഒരിക്കലും അങ്ങനെ അല്ലെങ്കിൽ 1, വല്ലപ്പോഴുമാണെങ്കിൽ 2, ഇടയ്ക്ക് വളരെ വിരളമാണെങ്കിൽ 2, വല്ലപ്പോഴുമാണെങ്കിൽ 3, ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ 4, എപ്പോഴുമാണെങ്കിൽ 5. മുൻവിധിയോടെയാണ് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത്. മാർക്കിട്ടോ? ഓക്കെ. രണ്ടാമത്തേത്, ഇത് നിങ്ങൾ മറ്റേ പുസ്തകം ഇല്ലാത്തവർ ഇവിടെ ഇട്ടോട്ടോ. പരീക്ഷ ഇവിടെ ഇട്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോ രണ്ടാമത്തെ ചോദ്യം, ഐ എക്സ്പ്രസ് മൈ ഫീലിംഗ്സ് ക്ലിയർലി വിത്തൗട്ട് ബ്ലെയിമിങ് അതേഴ്സ് ഫോർ കോസിംഗ് ദം. എന്നോട് ഒരാൾ ഒരു കാര്യം പറഞ്ഞു. ഒരു കാര്യം പറയുന്ന സമയത്ത് എനിക്കൊരു വികാരത്തള്ളിച്ച ഉണ്ടായി. ആ വികാരത്തള്ളിച്ച ഉണ്ടാകുന്ന സമയത്ത് ആ വികാരം ഉണ്ടാകാൻ അയാളാണ് കാരണമെന്ന് കുറ്റപ്പെടുത്താതെ തന്നെ എനിക്ക് എന്ത് വികാരത്തിന് കാരണമായത് എന്താണെന്ന് പ്രകടിപ്പിക്കുന്നു. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് എനിക്കിങ്ങനെ വന്നത് എന്നുള്ളതിന് പകരം എനിക്ക് വികാരം ഉണ്ടായതിന്റെ കാരണം ഇതാണ് എന്ന് ക്ലിയർ ആയിട്ട്, നിങ്ങൾ കാരണം എന്ന് പറയുന്നതിന് പകരം ഈ വികാരത്തിന് കാരണമാകുന്നത് ഇങ്ങനെയാണ്, എനിക്ക് എന്നെ കുറ്റപ്പെടുത്തി പറയുന്നത് കണ്ടപ്പോ എനിക്കൊരു വിഷമം തോന്നി. നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയപ്പോൾ വിഷമം തോന്നി എന്നല്ല, എനിക്ക് ഒരു വിമർശനം കേട്ടപ്പോൾ ഉണ്ടായൊരു വിഷമം എന്ന രീതിയിൽ പറയാൻ നിങ്ങൾക്ക് കഴിയാറുണ്ടോ? ഉണ്ടെങ്കിൽ, ഒരിക്കലും കഴിയാറില്ലെങ്കിൽ 1, വളരെ വല്ലപ്പോഴുമേ കഴിയാറുള്ളെങ്കിൽ 2, ഇടയ്ക്കിടയ്ക്കാണ് കഴിയാറുള്ളെങ്കിൽ അങ്ങനെ, അടിക്കടി കഴിയാറുണ്ടെങ്കിൽ 4, എപ്പോഴും കഴിയാറുണ്ട്. അതായത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ എന്റെ വികാരങ്ങൾക്ക് കാരണമാണെന്ന് വ്യക്തമാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ 5. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഐ ടേക്ക് ദ ടൈം ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ആർട്ടിക്കുലേറ്റ് മൈ ഓൺ നീഡ്സ് ബിഫോർ അഡ്രസ്സിംഗ് എ കോൺഫ്ലിക്റ്റ്. ഒരു പ്രതിസന്ധിയെ അഭിസംബോധന ചെയ്യുന്നതിന് മുമ്പ് എന്റെ സ്വന്തം ആവശ്യങ്ങൾ മനസ്സിലാക്കാനും വ്യക്തമാക്കാനും ഞാൻ സമയമെടുക്കും. എന്റെ മുന്നിൽ ഒരു കോൺഫ്ലിക്റ്റ് വന്നു, ഒരു പ്രശ്നം വന്നു. ആ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ അതിനെ എടുത്തു ചാടി അതിന് മറുപടി പറയുന്നതിന് പകരം, അല്ലെങ്കിൽ ഇത് കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം എന്റെ സ്വന്തം ആവശ്യം എന്താ, അതെന്താന്ന് എനിക്ക് മനസ്സിലാവണം. ഇതാണ് എന്റെ ആവശ്യമെന്ന് വ്യക്തമാക്കണം. അതായത് ഞാൻ ആ പ്രശ്നത്തിന് നേരെ എടുത്തു ചാടുന്നതിന് പകരം ഞാൻ യഥാർത്ഥത്തിൽ ഇനിയിപ്പോ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം അതിൽ ഇടപെടുക. അങ്ങനെ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടോ? എപ്പോഴും ഉണ്ടെങ്കിൽ 5, വല്ലപ്പോഴുമാണുള്ളതെങ്കിൽ 4, ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ 3, വളരെ വിരളമാണെന്നുള്ളത് 2, ഒരിക്കലും ഇല്ലാന്നാണെങ്കിൽ 1. ഓക്കെ. നാലാമത്തെ ചോദ്യം, ഞാൻ പോകുന്ന വേഗത്തിൽ വരാൻ കഴിയുന്നുണ്ടല്ലോ അല്ലെ? ഐ ലിസൺ ടു അതേഴ്സ് വിത്ത് intent to understand their feelings and needs rather than to respond or argue. പ്രതികരിക്കുന്നതിനോ വാദിക്കുന്നതിനോ പകരം
അവരുടെ വികാരങ്ങളും ആവശ്യങ്ങളും മനസ്സിലാക്കാനുള്ള ഉദ്ദേശത്തോടെ ഞാൻ മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നു. ഞാൻ എൻ്റെ സുഹൃത്തുമായിട്ട് ഇടപെടുകയാണ്. അയാൾ ഒരു കാര്യം എന്നോട് പറയുന്ന സമയത്ത് അയാൾ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അയാളുടെ വികാരം എന്താണ്, അയാളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പാകത്തിന് ഞാൻ അവരെ ശ്രദ്ധിക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ അങ്ങനെയല്ല ശ്രദ്ധിക്കുക, നമ്മൾ അതിനോട് പ്രതികരിക്കും, അല്ലെങ്കിൽ അതിനെതിരെ വാദിക്കും. അങ്ങനെയാണോ നമ്മൾ ഇടപെടുന്നത്? അതോ അവരുടെ ആവശ്യങ്ങളും വികാരങ്ങളും എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ടോ? എപ്പോഴും ഉണ്ടെങ്കിൽ 5, ഒരിക്കലും ഇല്ലെങ്കിൽ 1. ഓക്കെ, 5ാമത്തെ ചോദ്യം. When someone upsets me, I focus on what I am feeling and needing rather than what they did wrong. ആരെങ്കിലും എന്നെ അസ്വസ്ഥനാക്കുമ്പോൾ അവർ ചെയ്ത തെറ്റിൽ തൂങ്ങുന്നതിന് പകരം എനിക്കെന്താണ് തോന്നുന്നത്, എനിക്കെന്താണ് ആവശ്യമുള്ളത് എന്നതിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടോ? ഒരാൾ എന്നെ അസ്വസ്ഥമാക്കിയാൽ അയാൾ എന്നെ അസ്വസ്ഥമാക്കി എന്നതിലാണോ ഞാൻ തൂങ്ങുന്നത്, അതോ എനിക്കെന്താണ് വേണ്ടത്, എനിക്കിപ്പോൾ എന്താണ് തോന്നിയത് എന്നതിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ടോ? എപ്പോഴും ഉണ്ടെങ്കിൽ 5, ഒരിക്കലുമില്ലെങ്കിൽ 1. 6ാമത്തെ ചോദ്യം. അല്ല, നിങ്ങൾ അവിടെ ചർച്ചയിലായിരുന്നാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല കേട്ടോ. നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കുക. I make specific, actionable requests when expressing my needs instead of making demands or vague statements. എന്റെ ആവശ്യങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ ആവശ്യങ്ങളോ അവ്യക്തമായ പ്രസ്താവനകളോ നടത്തുന്നതിന് പകരം ഞാൻ നിർദ്ദിഷ്ടവും പ്രവർത്തനക്ഷമവുമായ അഭ്യർത്ഥനകൾ നടത്തുന്നു. ഒരാളോട് നമ്മുടെ ഒരു ആവശ്യം പ്രകടിപ്പിക്കുക. എനിക്കത് വേണം, വെള്ളം തരൂ എന്നതിന് പകരം, അല്ലെങ്കിൽ ഇവിടെ വെള്ളം ഇല്ല എന്നുള്ളത് കണ്ടില്ലേ എന്ന് ചോദിക്കുന്നതിന് പകരം എനിക്ക് അല്പം വെള്ളം തരാമോ എന്ന് നിങ്ങൾ അഭ്യർത്ഥിക്കാറുണ്ട്. ഇവിടെ വെള്ളത്തിയില്ലല്ലോ എന്ന് ചോദിക്കാം. അങ്ങനെയല്ല, അല്പം വെള്ളം തരാമോ എന്ന് ചോദിക്കാം. അങ്ങനെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടോ? എപ്പോഴും ഉണ്ടെങ്കിൽ 5, ഒരിക്കലും ഇല്ല എങ്കിൽ 1. വെള്ളത്തിന്റെ കാര്യമല്ല കേട്ടോ, ഏത് കാര്യവും നിങ്ങൾക്ക് വേണ്ടത് ഒരു അഭ്യർത്ഥനയുടെ രൂപത്തിലാണ് നടത്തുന്നത് എന്നതാണ് ചോദ്യം. 7ാമത്തെ ചോദ്യം. I refrain from using language that criticizes, judges or labels others during a conversation. ഒരു സംഭാഷണത്തിനിടെ മറ്റുള്ളവരെ വിമർശിക്കുന്നതോ വിധിക്കുന്നതോ ലേബൽ ചെയ്യുന്നതോ ആയ ഭാഷ ഉപയോഗിക്കുന്നതിൽ നിന്ന് ഞാൻ വിട്ടുനിൽക്കുന്നു. ഒരാള് ആയിട്ട് ഞാൻ സംസാരിക്കുകയാണ്, നീ അങ്ങനല്ലേ, നീ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്ന ഒരാളല്ലേ, അല്ലെങ്കിൽ നീ ഈ കുടുംബത്തിലല്ലേ, നീ ഈ നിറത്തിൽപ്പെട്ടതല്ലേ, അല്ലെങ്കിൽ നീ ജാതിയിൽപ്പെട്ടതല്ലേ എന്ന രീതിയിൽ നമ്മൾ അവരെ വിമർശിക്കുകയോ വിധിക്കുകയോ ലേബൽ ചെയ്യുന്നതോ ആയ ഭാഷ നിങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കുന്നു. അങ്ങനെ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു എന്നത്. എപ്പോഴും നിങ്ങൾ അതിൽ നിന്നും വിട്ടുനിൽക്കുന്നുണ്ടെങ്കിൽ 5, ഒരിക്കലും ഇല്ലെങ്കിൽ 1. ഓക്കെ, 8ാമത്തെ ചോദ്യം. When in a disagreement, I seek to connect with the other person's feeling and needs before proposing a solution. ഒരു വിയോജിപ്പുണ്ടാവും, ഞാനും നമ്മുടെ കൂട്ടുകാരൻ തമ്മിൽ വിയോജിപ്പുണ്ടാവും. ഒരു പരിഹാരം നിർദ്ദേശിക്കുന്നതിന് മുമ്പ് ഞാൻ അയാളുടെ വികാരങ്ങളുമായും ആവശ്യങ്ങളുമായും ചേർന്നിരിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ എന്റെ സുഹൃത്തുമായി പിണങ്ങുന്ന ഒരു വിയോജിപ്പുണ്ടായി കഴിഞ്ഞാൽ അയാൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് ആവശ്യം, അയാളുടെ വികാരം എന്താണ് എന്നതിനെയാണോ ഞാൻ അഡ്രസ് ചെയ്യുന്നത്, അതോ ഞാൻ വിയോജിച്ചു എന്ന കാര്യത്തിലാണോ? ഞാൻ വിയോജിച്ചു, ഇനി എനിക്ക് ചേരാൻ കഴിയില്ല എന്നതിലാണോ? ഇതൊന്ന് പരിശോധിക്കുക. എപ്പോഴും അയാളുടെ വികാരങ്ങളുമായി ചേർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ, അതിനെ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ 5, ഒരിക്കലും കഴിയുന്നില്ലെങ്കിൽ 1. 9ാമത്തെ ചോദ്യം. I reflect on and learn from my interactions, especially when conflicts arise, to improve my communication skills. വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുമ്പോൾ എന്റെ ആശയവിനിമയ വൈദഗ്ധ്യം മെച്ചപ്പെടുത്തുന്നതിന് ഞാൻ എന്റെ ഇടപെടലുകളെ കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തു. ഞാൻ ഒരാളുമായിട്ടൊരു കോൺഫ്ലിക്റ്റിലായി, സംസാരിക്കുന്ന സമയത്ത് ചെറിയ പിണക്കത്തിലായി, അല്ലെങ്കിൽ അയാൾ പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെടാതെ വരുന്ന സമയത്ത് ഞാൻ എന്താണ് ശ്രദ്ധിക്കുക? അയാൾ പറഞ്ഞ് ഇഷ്ടമായില്ല എന്നാണോ ശ്രദ്ധിക്കുക, അതോ എന്റെ ആശയവിനിമയം ഉണ്ടല്ലോ, ഞാൻ അയാളെ തട്ടിക്കാത്ത രീതിയിൽ എങ്ങനെ കൊണ്ടുപോകണം, ഞാൻ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത്, ഞാൻ എങ്ങനെ ആക്കി തീർക്കണം എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? അതായത് ഞാൻ എന്റെ ഇടപെടലുകളെ കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ള പരിപാടി ചെയ്യാറുണ്ടോ? എപ്പോഴും ചെയ്യാറുണ്ടെങ്കിൽ 5,
ഒരിക്കലും ചെയ്യാറില്ലെങ്കിൽ 1. ഇനി ഒരു ചോദ്യം കൂടിയുണ്ട്. I feel confident in my ability to express myself honestly and empathically even in difficult situations. വിഷമകരമായ സാഹചര്യങ്ങളിൽ പോലും സത്യസന്ധമായും സഹാനുഭൂതിയോടെയും എന്നെ തന്നെ പ്രകടിപ്പിക്കാനുള്ള എന്റെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഏത് സാഹചര്യം വന്നാലും ഞാൻ വഴിവിടാതെ സത്യസന്ധമായും മറ്റുള്ളവരോട് കരുണയുള്ളതായിട്ടും നിലനിൽക്കാൻ എനിക്ക് കഴിയും എന്ന വിശ്വാസമുണ്ട്. ഇതാണ് 10 ചോദ്യങ്ങൾ. ഈ 10 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇങ്ങനെയാണ്. നിങ്ങളുടെ മാർക്ക് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് നിങ്ങൾ ഇതുവരെ കിട്ടിയ മാർക്കുകൾ എല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കുക. എല്ലാം കൂടെ കൂട്ടുക. എത്രയുണ്ടെന്ന് നോക്കൂ. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എല്ലാവരും കൂടെ കൂട്ടു. എന്നിട്ട് അതിവിടെ ഒന്ന് ടൈപ്പ് ചെയ്തിടും. അപ്പോ നമുക്കിവിടെ മാർക്ക് ഇങ്ങനെയാണ്. 40 മുതൽ 50 വരെ പോയിന്റുകൾ അവർക്ക് സ്ട്രോങ് ആയിട്ട് ഈ വിഷയത്തെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് ഈ കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു അഹിംസാത്മകമായ വിനിമയത്തിന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇനി ഒരു പുതിയ പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് പറഞ്ഞു പോവാന്ന് മാത്രമേ ഉള്ളൂ. 30 മുതൽ 39 വരെയാണ് നിങ്ങൾക്ക് നിരന്തരമായ ഒരു പ്രാക്ടീസ് ആവശ്യമാണ്, ഇതിനൊരു പരിശീലനം ആവശ്യമാണ്, നിരന്തരമായി ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണെന്ന് വരുന്നത്. 20 മുതൽ 29 വരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് കാര്യം അറിയാം, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, എവിടേക്കോ ഇങ്ങനെ സാമൂഹ്യ ഇടപെടലിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷെ നല്ല പോലെ മാറാനുണ്ട്. ഓക്കെ. 10 മുതൽ 19 വരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കണം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സമഗ്രമായി ഇതുമായി കണക്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടിലാവും. ഓക്കെ, ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അപ്പോ വിഷയത്തിലേക്ക് കടക്കാൻ എല്ലാവരും തയ്യാറല്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഈ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയത്തിന്റെ കാഴ്ചപ്പാടുകൾ പലതരാണ്. അതിൽ നമ്മളിവിടെ ജിറാഫിന്റെ ചിത്രം കൊടുത്തിട്ടുള്ളത്. ജിറാഫ് വളരെ പൊക്കമുള്ള ഒരു ജീവിയാണ്. ജിറാഫ് അമ്മയായിരിക്കുമ്പോൾ തന്നെ കുഞ്ഞിനെ കാണും, കുഞ്ഞായിരിക്കുമ്പോൾ അമ്മയും കാണും. ജിറാഫ് തന്റെ സമാനരായിട്ടുള്ള ആളുകളെ കൈകാര്യം ചെയ്യുന്ന വേറൊരു രൂപത്തിലാണ്, കുഞ്ഞിനെ കാണുന്ന വേറൊരു രൂപത്തിലാണ്, ഓരോന്നും ഓരോ രൂപത്തിലാണ്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ പറയുന്നത്. അപ്പൊ ഇതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഡോമിനേറ്റിംഗ് പാരഡൈമാണ്. സാഹചര്യത്തിന്റെ മുകളിൽ അധിനിവേശം പുലർത്തുന്ന രീതിയിൽ, ഞാനിതിന്റെ ആധിപത്യം പുലർത്തുന്ന രീതിയിലുള്ള വിനിമയമാണ് ഡോമിനേറ്റിംഗ് പാരഡൈം എന്ന് പറയുന്നത്. അടുത്തത് ഏലിയനേഷൻ പാരഡൈം. സാഹചര്യമായിട്ട് എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല, ഞാൻ ഇവിടെ ഉണ്ടെന്നേ ഉള്ളൂ, ഞാൻ ഈ നാട്ടുകാരനെ അല്ല എന്ന രീതിയിൽ നിൽക്കുന്നത്. മൂന്നാമത് അതുമായി ചേർന്ന് പോകുന്ന ഒരവസ്ഥ, പാർട്ണർഷിപ്പ്. ആ സാഹചര്യവുമായി പൊരുത്തമാകുന്ന ഒരവസ്ഥ. സാഹചര്യത്തിന്റെ മുകളിൽ ആധിപത്യം, സാഹചര്യത്തിൽ നിന്നും വിട്ടുനിൽപ്പ്, സാഹചര്യത്തിനോടുള്ള ചേർന്ന് നിൽപ്പ്. ഈ 3 കാഴ്ചപ്പാടുകളുണ്ട്. ഈ 3 കാഴ്ചപ്പാടുകളിലൂടെയാണ് നമ്മുടെ ആശയവിനിമയം സംഭവിക്കേണ്ടത്. ഈ ഡോമിനേറ്റിംഗ് എന്ന് പറയുന്നതിൽ ഡ്യുവാലിറ്റി ഉണ്ടാവും, നീയും ഞാനും വെവ്വേറെ എന്നുള്ളൊരു അവസ്ഥയുണ്ടാവും. ഈ ജിറാഫിന്റെ സ്വഭാവം കണ്ടോ, തൊഴിച്ച് മറ്റേ പുലിയെ അല്ലെങ്കിൽ സിംഹത്തെ ദൂരത്തേക്ക് തെറിപ്പിക്കുന്നത്. കോൺഫ്ലിക്റ്റ് ആണ്. ഡ്യുവാലിറ്റി എന്നുള്ളൊരു അവസ്ഥയുണ്ട്. സെപ്പറേഷൻ, ഞാനും നീയും തമ്മിൽ ഒരു ദൂരമുണ്ടെന്നുള്ളത്, ഞാനും നീയും രണ്ടാണ്, ഞാനും നീയും തമ്മിൽ ഒരു ദൂരമുണ്ടെന്നുള്ളൊരു അവസ്ഥയുണ്ട്. അവിടെ എനിക്ക് പലതും ഇല്ല, നീ കാരണം, നിനക്കതൊക്കെ ഉണ്ട്, പക്ഷെ എനിക്കതില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ അതിനകത്ത് ആ ഒരു വിനിമയം അവിടെ സംഭവിക്കുന്നു. ഈ സാഹചര്യത്തിന്റെ മുകളിലുള്ള പവർ നിനക്ക് കൂടുതലാണ്, എനിക്കില്ല, എനിക്കാണ് വേണ്ടത് എന്ന ആ ഒരു തോന്നൽ ഇവിടെ ഉണ്ടാവും. എനിക്ക് വേണം എന്നുള്ള തോന്നൽ ഇവിടെ ഉണ്ടാവും. പിന്നെ ഞാനീ പറയുന്ന വഴിയാണ് വഴി, മറ്റൊരു വഴിയേ ഇല്ല എന്നുള്ള തോന്നല്, ആ ഒരു പ്രകടനം ഉണ്ടാവും സാഹചര്യത്തിന്റെ മുകളിൽ. അതുപോലെ തന്നെ മറ്റൊരു സാധ്യത, ഇപ്പൊ നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന മറ്റൊരു സാധ്യത ഇല്ല എന്ന രീതിയിൽ ഞാൻ എത്തിയാൽ ഇതേ ഉള്ളൂ വഴി എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, ഇതൊക്കെ ഡോമിനേറ്റിംഗ് ക്യാരക്ടറിന്റെ പ്രത്യേകതയാണ്. ഇതിന്റെയൊക്കെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ ഇൻവിസിബിൾ ആയിട്ടുള്ള ഹിംസയാണ്, അദൃശ്യമായിട്ടുള്ള ഹിംസയാണ്.
നീയും ഞാനും വേറെ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഈ പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, എല്ലാം തമ്മിൽ ചേർത്ത് ഇഴുകി പരസ്പര ജാലികയായിട്ടാണ്, ഒരു നെറ്റ്വർക്ക് ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ നീ വേറെയാണെന്ന് പറഞ്ഞു വെക്കുന്ന സമയത്ത് ഈ ജിറാഫ് കാലുകൊണ്ട് ചവിട്ടി മാറ്റുന്നതുപോലെ വേറെയാക്കണം, വേദനിപ്പിക്കണം, സെപ്പറേറ്റ് ആക്കണം. എനിക്കുള്ളപ്പോൾ നിനക്കില്ല, അല്ലെങ്കിൽ നിനക്കുള്ളപ്പോൾ എനിക്കില്ല എന്ന് പറയുമ്പോൾ വിനിമയമില്ലാതിരിക്കില്ല ഒരു അവസ്ഥയുണ്ട്. നമ്മൾ ഒരുമിച്ച് എന്നുള്ളൊരു അവസ്ഥയ്ക്ക് പകരം ഞാനാണ് ആധിപത്യം ചെലുത്തേണ്ടത് എന്നുള്ളൊരു അവസ്ഥയുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ വഴി എന്ന് പറയുന്ന സമയത്ത് നിന്റെ ഇഷ്ടങ്ങളെ ഞാൻ പരിഗണിക്കാത്തൊരവസ്ഥയുണ്ട്. ഇതിലെല്ലാം ഞാൻ കരുതി വയ്ക്കുന്നത് ഹിംസയാണ്, മറ്റൊരാളെ വേദനിപ്പിക്കുകയാണ്, മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ, അവകാശത്തെ ഹനിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഡോമിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മറ്റൊരാളെ ഹനിക്കുകയാണ് ചെയ്യുന്നത്, ഹിംസിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതാണ് ഏലിയനേഷൻ. ഒരാള് നമ്മളോടൊരു കാര്യം പറയാണ്, നമ്മുടെ വീട്ടിലൊരാള് അമ്മ പറയാണ്, മോനെ കടയ്ക്ക് പോയിട്ട് വാ. കേട്ട ഭാവം നടിക്കില്ല. ഇതാണ് നെഗ്ലക്റ്റിംഗ്. നമ്മളോടൊരാളൊരു കാര്യം പറയുമ്പോൾ അതിനെ പരിഗണിക്കാതിരിക്കുന്നൊരവസ്ഥ. അവിടെ ശരിക്കും ഡിസ്കണക്ട് ആവുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ യുദ്ധം ചെയ്യാറുണ്ട്, ഇവിടെ യുദ്ധവുമില്ല, ഡിസ്കണക്ട് ചെയ്യുകയാണ്. മൂന്നാമത് ഒരു തരം പരിഗണനയുമില്ല, അങ്ങനെ ഒരു വ്യക്തി അവിടെ ഉണ്ടെന്നുള്ള പരിഗണന പോലും ഇല്ലാത്ത, അയാൾക്ക് മൂല്യമുണ്ടെന്നുള്ളൊരവസ്ഥയില്ല. സത്യത്തിൽ അവിടെ പരിഗണിക്കാത്തത് നമ്മളെയാണ്. നമ്മുടെ വ്യക്തിത്വം മോശമാകുന്നു, നമ്മുടെ മൂല്യം മോശമാകുന്നു എന്നുള്ളൊരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നത്. പക്ഷെ നമ്മളിത് പരിഗണിക്കുന്നില്ല. ഓക്കെ, അപ്പോ ഇതെല്ലാമാണ് ഏലിയനേഷൻ, അന്യവൽക്കരണം എന്നുള്ളൊരു അവസ്ഥയിൽ ഉണ്ടാകുന്നത്. ഇനി മൂന്നാമത്തെ എന്താ? പാർട്ണർഷിപ്പ്. അവിടെയാണ് ജിറാഫ് വ്യൂ എന്ന് പറയുന്നത്. ജിറാഫ് വ്യൂ എന്ന് വെച്ചാൽ മുകളിൽ നിന്നും നോക്കുന്ന ഒരു കാഴ്ചയാണ്, എല്ലാത്തിനെയും നോക്കി കാണുന്നു, എല്ലാത്തിനെയും ഒരുമിച്ച് കാണുന്ന ഒരവസ്ഥ. അവിടെ യൂണിസിറ്റി എന്നുള്ളൊരവസ്ഥയുണ്ട്, എല്ലാം ഒരുമിച്ചാകുന്ന അവസ്ഥ, എല്ലാം ഒന്നാണ്, ഞാനും നീയും ഒന്നാണെന്നുള്ളൊരവസ്ഥ. അപ്പൊ ഫാമിലിയിൽ ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ ഞാൻ അയാളോട് കയർത്താൽ, അയാൾക്ക് വേദനിപ്പിച്ചാൽ എന്റെ ഫാമിലിക്കാണ് വേദനിക്കുക, എന്റെ ഇണയ്ക്കാണ് വേദനിക്കുക, എന്റെ കൂട്ടുകാരനാണ് വേദനിക്കുക, എന്റേതിനാണ് വേദനിക്കുക, എനിക്കാണ് വേദനിക്കുക എന്നുള്ള ബോധം. ഞാൻ അയാളോട് കയർത്തു പറഞ്ഞാൽ അയാൾക്കല്ല എനിക്കാണ് വേദനിക്കുക എന്ന കാര്യം, അയാൾക്ക് വേദനിക്കുമ്പോൾ അത് എനിക്കാണ് നോവുക എന്നുള്ളത് ഞാൻ ഒന്ന് എന്നുള്ളൊരു അവസ്ഥയിലേ ഉണ്ടാവുള്ളൂ, ഈ ഭാവത്തിലേ അത് ഉണ്ടാവുള്ളൂ. ഞങ്ങൾ ഒന്നായിരിക്കണം എന്നുള്ള ബന്ധത്തിലായിരിക്കുമ്പോഴേ ഇത് ഉണ്ടാവുള്ളൂ, ഈ പാർട്ണർഷിപ്പ് ഉണ്ടാവുള്ളൂ. എനിക്കൊന്നുമില്ല എന്നുള്ളൊരു അവസ്ഥയിൽ അത് ഉണ്ടാവില്ല. ഞാൻ സമൃദ്ധമായിരിക്കുമ്പോൾ, ഞാൻ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമ്പത്തിന്റെയും ഒക്കെ സമൃദ്ധിയിലായിരിക്കുന്ന സമയത്ത് മാത്രമേ എനിക്ക് ഈ എല്ലാത്തിനെയും കൂട്ടിച്ചേർത്ത് നിർത്താൻ കഴിയൂ. ഞാൻ ക്രിയേറ്റീവ് ആകുന്ന സമയത്ത്, ഞാൻ സൃഷ്ടിയാത്മക സർഗശേഷിയുള്ള ഒരാളായിരിക്കുമ്പോഴേ അത് കഴിയുള്ളൂ. ഞാൻ ഒരു ശേഷിയില്ലാതെ, ഞാൻ വളരെ വരണ്ടുടങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയിൽ, ഒരു ശേഷിയുമില്ലാതെ ഒന്നിനും കൊള്ളാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇത് സംഭവിക്കില്ല. ഞാൻ ക്രിയേറ്റീവ് ആകുന്ന സമയത്ത് ഇത് സംഭവിക്കുള്ളൂ. ഞാൻ എന്റെ ഉത്തരവാദിത്തങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഉത്തരവാദിത്തങ്ങളെ പരസ്പരം പങ്കിടുന്ന ഒരവസ്ഥയിലായിരിക്കുമ്പോഴേ ഈ പാർട്ണർഷിപ്പ് മൈൻഡ് സെറ്റ് വരികയുള്ളൂ, ആ പാരഡൈം വരികയുള്ളൂ. ഇങ്ങനെ വേണോ അങ്ങനെ വേണോ, നമുക്കിപ്പോ എന്താ വെക്കേണ്ടത്, ചോറ് വെക്കണോ കഞ്ഞി വെക്കണോ എന്ന് നമ്മുടെ ഇണ നമ്മളോട് സംസാരിക്കുമ്പോൾ ചോയ്സ് ഉണ്ട് അവിടെ. ഇന്ന് വൈകിട്ട് ഇതാണ് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോയ്സ് ഇല്ല. എന്താണ് വേണ്ടത് എന്ന ഒരു ചോദ്യം ഉണ്ടെങ്കിൽ, നമുക്ക് എന്ത് ചെയ്യാം എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ അവിടെ ചോയ്സ് ഉണ്ട്. ഓക്കെ, അപ്പോ ഇതാണ് പാർട്ണർഷിപ്പ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഈ മൂന്ന് മൈൻഡ് സെറ്റുകളിൽ ഈ മൂന്നാമത്തേതുള്ളപ്പോഴാണ് നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷൻ നടക്കുക. നമ്മളവിടെ ആരെയും നോവിക്കുന്നില്ല, നമ്മൾ ഒരുമിച്ചാണെന്നുള്ളൊരു ഭാവനയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിന് 4 വശങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആ 4 വശങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒബ്സർവേഷൻ വിത്തൗട്ട് ഇവാലുവേഷൻ ആണ്. നമ്മളൊരു സാഹചര്യത്തിൽ ചെല്ലുന്നു, അവിടെ മുൻവിധികളില്ലാതെ ഇവൻ ഇങ്ങനെ പറയൂ, ഇത് ഇങ്ങനെ ആയിരിക്കും, ഈ സാഹചര്യം ഇതാണ്, ഇത് ഈ കാറ്റഗറിയിൽ പെട്ടതല്ലേ എന്ന രീതിയിൽ മുൻവിധിയോട് കൂടിയല്ലാതെ, അച്ഛൻ എന്നോട് ദേഷ്യപ്പെടും, എപ്പോഴും ദേഷ്യപ്പെടും, അല്ലെങ്കിൽ അയൽക്കാരനാണ്, അവൻ എപ്പോഴും പ്രശ്നമുണ്ടാക്കാനാണ് താല്പര്യം എന്ന രീതിയിൽ നിരീക്ഷിക്കുന്നതിന് പകരം, എന്ന രീതിയിൽ കാണുന്നതിന് പകരം, അങ്ങനെ വിലയിരുത്തുന്നതിന് പകരം ശരിയായ രീതിയിൽ നിരീക്ഷിക്കുക, സത്യം എന്തെന്നറിയാനുള്ള നിരീക്ഷണം നടത്തുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? നമുക്ക് യഥാർത്ഥ ഫാക്ടുകൾ കിട്ടും, യാഥാർത്ഥ്യങ്ങൾ കിട്ടും, ആ സാഹചര്യത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ കിട്ടും. മുൻവിധി ഉണ്ടെങ്കിലോ നമുക്ക് ഒരിക്കലും യാഥാർത്ഥ്യങ്ങൾ കിട്ടില്ല. നമ്മൾ ഒരാളുടെ കുറ്റത്തെ കണ്ടറിയുമ്പോൾ നമ്മള് ആ കുറ്റം എന്നുള്ളത് സംഭവിക്കുന്നത് അവിടെ, അതാ അയൽപക്കത്ത് കുറ്റം സംഭവിക്കുന്നു എന്ന് നമ്മൾ കാണുന്ന സമയത്ത് യഥാർത്ഥത്തിൽ എന്താണ് ഉണ്ടാവുന്നത്, എവിടെയാണ് കുറ്റമുള്ളത്, അത് കണ്ടറിയാൻ വിശകലനം നടത്തുന്ന നമ്മുടെ ഉള്ളിലാണ് കുറ്റം എന്നുള്ളത് ഉണ്ടാകുന്നത്. അവിടെയാണത് ഫോം ചെയ്യുന്നത്. നമ്മൾ ഒരാളുടെ കുറ്റം കണ്ടെത്താൻ ശ്രമിക്കുന്ന സമയത്ത് ആ കുറ്റം നമ്മുടെ ഉള്ളിലാണ് ഉണ്ടാകുന്നത്.
ഈ കുറ്റം ഇവിടെ നിൽക്കുമ്പോൾ അയാളുടെ കയ്യിലെ കുറ്റത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. അവിടെയല്ല ഇവിടെയാണത് ഉള്ളതെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് നിരീക്ഷണം വേണം. അയാൾ ഒരു തെറ്റ് ചെയ്തു. തെറ്റ് ചെയ്യുന്നതിന്റെ പുറകിൽ ഒരു പശ്ചാത്തലം ഉണ്ടായിരിക്കും. അതിനെ കണ്ടറിയാൻ പറ്റിയാൽ നമുക്ക് അയാളെ കാടടച്ച് വെടിവെച്ച് അയാളെ ഒഴിവാക്കാൻ കഴിയില്ല. കാരണം അയാൾ നമ്മുടെ ബന്ധുവാണ്, എന്റെ ഭാഗമാണ്, ഞാൻ എന്നുള്ള ഈ ഭൗമജാലികയുടെ ഭാഗമാണ് ഞാനും അയാളും എന്ന രീതിയിൽ നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ, സഹാനുഭൂതിയുടെ ഒരു തലത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മുൻവിധികളില്ലാതെ നിരീക്ഷിക്കാൻ കഴിയും. രണ്ടാമത്തേത് ഐഡന്റിഫൈയിങ് ഫീലിങ്സ് ആൻഡ് ഫീലിങ്സ് എന്നുള്ളത്. അപ്പൊ അതിൽ നിന്നും നമുക്ക് മനസ്സിലാവുക യഥാർത്ഥത്തിലുള്ള ആ സാഹചര്യത്തിന്റെ വൈകാരികത എന്താണെന്ന്. ആരുടെ ഫീലിങ്ങിനെയാണ് മനസ്സിലാക്കേണ്ടത്? അവിടെയുള്ളതിന്റെ ഫീലിംഗ് മനസ്സിലാക്കണം, ഇവിടെയുള്ളതിന്റെ ഫീലിംഗ്, ഞാൻ എന്നുള്ളതിന്റെ ഫീലിംഗ് മനസ്സിലാക്കണം. ആദ്യത്തെ ഒബ്സർവേഷനിലും അങ്ങനെ തന്നെ കേട്ടോ, ഒരു മുൻവിധിയില്ലാതെ അവിടത്തെയും ഇവിടത്തെയും കാര്യങ്ങളെ, ആ ഫീലിങ്ങുകൾ നമുക്ക് മനസ്സിലാക്കണം. ആ ഫീലിംഗ്, അവിടുത്തെ ആ അനുഭവം എന്താണ്, അനുഭൂതി എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ ആണ് ഈ സാഹചര്യത്തിന്റെ വികാരം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അടുത്തത്, യഥാർത്ഥത്തിൽ അവിടെ എന്താണ് വേണ്ടത്, അയാൾക്ക് എന്താണ് വേണ്ടത്, എനിക്കെന്താണ് വേണ്ടത്, ആ വേണ്ടത് എന്താണെന്നുള്ളത്, ആ നീഡ് എന്താണെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തുള്ള മൂല്യങ്ങൾ, അതായത് നമ്മുടെ സംഭാഷണത്തിലുള്ള മൂല്യം എന്താണെന്ന് മനസ്സിലാവും. അയാള് ഒരു കാര്യത്തെ ഡിമാൻഡ് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ഈ രൂപത്തിൽ നിൽക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അയാൾക്ക് എന്താണ് വേണ്ടത്? എന്റെ ഈഗോയോടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണോ അയാൾക്ക് വേണ്ടത്? അല്ല, അയാൾക്ക് വേണ്ടത് അതാണ്. അത് നൽകിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പൊ അയാൾക്ക് നമ്മൾ വാല്യൂ കൊടുക്കുന്ന സമയത്ത് മാത്രമേ ഈ അയാളുടെ ആവശ്യങ്ങൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. നാലാമത്തതോ മേക്കിംഗ് റിക്വസ്റ്റ് ആണ്. യഥാർത്ഥത്തിൽ എന്ത് പ്രവർത്തനമാണ് വേണ്ടത് നമുക്ക് അയാളോട് പറയുന്നു, എനിക്ക് ഇതായിരുന്നു വേണ്ടിയിരുന്നത്, നമുക്ക് ഇങ്ങനെ ചെയ്താലോ, നമുക്ക് ഇങ്ങനെ ആയാലോ, ഇങ്ങനെ ആകാം, ഇന്നത് മതി എന്ന് പറയുന്നതിന് പറ്റി ഇങ്ങനെ ആയാലോ, ഇങ്ങനെ ചെയ്താലോ എന്ന് പറയുന്ന ഒരവസ്ഥ. അപ്പോ ഈ 4 കാര്യങ്ങൾ, അതായത് ഒബ്സർവേഷൻ, ഫീലിംഗ്, നീഡ്സ് ആൻഡ് റിക്വസ്റ്റ്, ഈ 4 കാര്യങ്ങൾ കൂടെ സംഭാഷണം ഒരു വട്ടം പോയി കഴിയുമ്പോൾ അപ്പൊ ഒരു പുതിയ സാഹചര്യത്തിലെത്തും. ആ സാഹചര്യത്തിൽ വീണ്ടും ഒബ്സർവ് ചെയ്യുക, അതിനെ ഫീൽ ചെയ്യുക, അവിടുത്തെ നീഡ് എന്തെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് റിക്വസ്റ്റ് ചെയ്യുക. അപ്പോ വീണ്ടും ഒരു വട്ടം എത്തും. അങ്ങനെ ആവർത്തിച്ച് സംഭാഷണത്തിലുടനീളം ഈ നിരീക്ഷണവും വികാരങ്ങളെ തിരിച്ചറിയലും ആവശ്യങ്ങളെ തിരിച്ചറിയലും അപേക്ഷകൾ നൽകലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ ഒരു കാര്യം കൃത്യമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കും. നോൺ വയലന്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ നിരീക്ഷിക്കുന്നതിൽ തെറ്റുപറ്റിയാൽ എനിക്ക് അയാൾ അവിടെ എന്താണ് ഉണ്ടാകുന്നത്, ഇവിടെ എന്താണ് ഉണ്ടാകുന്നത് മനസ്സിലാകാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ പറയുന്ന കാര്യത്തിൽ ചിലപ്പോ ഒരു പരിഗണന ഉണ്ടായി എന്ന് വരില്ല. അയാളുടെ ഇമോഷനെ ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ, എന്റെ ഇമോഷനെ ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം എന്നില്ല. അവിടെ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അയാൾ വേദനിച്ചു എന്ന് വരും. അവിടുത്തെ ആവശ്യവും ഇവിടുത്തെ ആവശ്യവും ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ ഒന്നുകിൽ അയാളെ സന്തോഷപ്പെടുത്തുമ്പോൾ ഞാൻ വേദനിക്കും, അല്ലെങ്കിൽ എന്നെ സന്തോഷപ്പെടുത്തുമ്പോൾ അയാളെ വേദനിക്കും. രണ്ടും മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ ഏറ്റവും മെച്ചമായ ഒരു അവസ്ഥ എന്താണെന്ന് നമ്മൾ കണ്ടെത്തി അതിനൊരു വിശകലനം നടത്തി അതിനെ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെയും ഇത് തന്നെ സംഭവിക്കും. നമുക്ക് ഇങ്ങനെ ചെയ്താലോ എന്ന് പറയുമ്പോൾ അവിടെ പൂർണ്ണമായിട്ടും ഇതിനെ എതിർക്കാൻ അവർക്ക് കഴിയില്ല. അപ്പോ ഇങ്ങനെ ഓരോ സംഭാഷണത്തിലും ഓരോ വാചകത്തിലും നമ്മൾ ഈ ഒരു ചാക്രികത തുടർന്നു കൊണ്ടേ പോയാൽ, അതായത് 4 കോമ്പണൻസ്, നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷന്റെ ഈ 4 കോമ്പണൻസിനെ തുടർന്നു കൊണ്ടേ പോവുകയാണെങ്കിൽ നമ്മുടെ സംഭാഷണങ്ങള് അന്യരെ അവനവനെ വേദനിപ്പിക്കാത്തതാണ്. ഈ അന്യരെ മാത്രം വേദനിപ്പിക്കാത്തതല്ല കേട്ടോ, ഇത് അവനവനെയും കൂടെ വേദനിപ്പിക്കാൻ പാടില്ല, ആ തരത്തിലാകും. അപ്പോ ഇതിന്റെ ബെനിഫിറ്റ് എന്താണ്? ഇങ്ങനെ സംഭവിക്കുമ്പോഴത്തെ ബെനിഫിറ്റ് എന്താണ്? ഒന്ന്, എമ്പതി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നു. മറ്റൊരാളുടെ വേദനയും വികാരങ്ങളും നമുക്ക് മനസ്സിലാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ ലോകം നമ്മളോടൊപ്പം നിൽക്കും. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് ലോകം നമുക്ക് തരും. ലോകം എന്ന് പറയുമ്പോൾ മനുഷ്യരെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ, പ്രകൃതി, മനുഷ്യരടക്കമുള്ള പ്രകൃതി. നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ഒരുങ്ങുമ്പോൾ മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കും എന്നുള്ളത്, പ്രകൃതി നമ്മളെ മനസ്സിലാക്കും. അപ്പോ നമ്മുടെ ഉള്ളിൽ ആ സഹാനുഭൂതി ശരിയായ രീതിയിൽ വളരും. ഇതാണ് ഈ നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. അതായത് എന്റെ ഉള്ളിൽ എമ്പതി വളരുന്ന സമയത്ത് സ്വാഭാവികമായും ലോകത്തിന് എന്റെ മുകളിൽ എമ്പതി ഉണ്ടാവും എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടല്ല കേട്ടോ, എനിക്ക് എമ്പതി എത്താൻ വേണ്ടിയില്ല. എന്റെ ഉള്ളിൽ എമ്പതി വളരുക എന്നുള്ളത് എന്റെ വാല്യൂ ആണ്, ഞാനാണ് ഡെവലപ്പ് ആവുന്നത്. പിന്നെ കോൺഫ്ലിക്റ്റുകൾ ഇല്ലാതെയാവും.
നമുക്ക് ഒരു വിയോജിപ്പുണ്ടെങ്കിൽ, എന്നോട് ഒരാൾ വിയോജിക്കുന്നുണ്ടെങ്കിൽ ആ വിയോജിപ്പിനോട് എനിക്ക് വളരെ പോസിറ്റീവായിട്ട് അഭിസംബോധന ചെയ്യാൻ, അതിനെ അഭിസംബോധന ചെയ്യാൻ എനിക്ക് കഴിയും. ഒരാള് ഇപ്പൊ ഞാനൊരു കാര്യം നമുക്ക് കാപ്പി വെക്കാമെന്ന് പറയുന്നു, കാപ്പി വേണ്ട എന്ന് പറഞ്ഞാൽ എന്നാ വേണ്ട, നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും കുടിക്കാം, വേറെ വല്ലതും എടുക്കണോ എന്ന് പറയുന്നതോടുകൂടി വളരെ സിമ്പിൾ ആണ്. കാപ്പി വെക്കാം എന്ന് പറയുന്നിടത്ത് കാപ്പി വേണ്ട എന്ന് പറയുന്ന ഒരാളോട് വേറെ വല്ലതും എടുക്കണോ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചോദ്യം വോയിഡായി തീർന്നു. അയാളുടെ ചോദ്യം വോയിഡായി തീർന്നു. എനിക്കൊന്നും വേണ്ട, ശരി ആയിക്കോട്ടെ, വേണ്ടപ്പോ പറയണം കേട്ടോ എന്നൊരു പറച്ചിലൂടെ പറഞ്ഞാലോ, അയാൾ ഉടക്കാൻ വേണ്ടി നിൽക്കുന്ന ആണെങ്കിലും നമ്മൾ ആ കോൺഫ്ലിക്റ്റിനെ ഇല്ലാതെയാക്കും. അപ്പോ അഡ്രസ്സസ് ഡിസഗ്രിമെന്റ്സ് കൺസ്ട്രക്റ്റീവ്ലി. അതിന് ഒപ്പം തന്നെ അയാളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം, അയാള് എന്നോട് ഉടക്കിയാണ് പറയുന്നത്, നീ എന്താ ഇങ്ങനെ പറയുന്നത്, കാപ്പി വേണമെന്ന് ചോദിച്ചാൽ നിനക്ക് വേണ്ടെന്നാണ് പറയേണ്ടത്, നിനക്ക് അത് ഒന്ന് സ്മൂത്തായിട്ട് പറഞ്ഞുകൂടെ എന്ന് പറയുന്നതിന് പകരം അയാളുടെ നീഡ് എന്താ, അയാളിപ്പോ ദേഷ്യത്തിലാണ്, അയാൾക്ക് ചെറിയൊരു വിഷമമുണ്ട്, ആ വിഷമത്തിന്റെ അവസ്ഥയിലാണ്, അതിനെ ഫോക്കസ് ചെയ്യുക. അതിന് പകരം അയാളെ കുറ്റപ്പെടുത്താൻ പോയാലോ വേദനിക്കില്ലേ, അയാൾക്ക് വേദനിക്കില്ലേ, അയാൾ പറഞ്ഞിട്ട് നമുക്ക് വേദനിക്കില്ലേ, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിച്ച് തമ്മിത്തല്ലാവില്ലേ, മൊത്തം കുടുംബത്തിലുള്ളവർക്കും നാട്ടിലുള്ളവർക്കും ഒക്കെ വേദനയാവില്ലേ. കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യും. കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ആണ് ഇത് ഉണ്ടാവുന്ന ഏറ്റവും വലിയ നേട്ടമെന്ന് പറയും. മൂന്നാമത് വരുന്നത് ഇംപ്രൂവ്സ് റിലേഷൻഷിപ്പ്. ബന്ധങ്ങൾ നല്ല രീതിയിൽ മെച്ചപ്പെടും. നമുക്ക് ആ വയലിലിരുന്ന് സംസാരിക്കുന്ന രണ്ട് കർഷക സ്ത്രീകൾ, അവരുടെ ബന്ധം മെച്ചപ്പെട്ടു വരും. അവർക്കിടയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ കഴിയില്ലല്ലോ. നമ്മൾ ഓരോരുത്തരും തമ്മിൽ ഇങ്ങനെ ഹൃദയപൂർവ്വം, സ്നേഹപൂർവ്വം, പ്രണയപൂർവ്വം നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞാൽ അപ്പൊ ബന്ധങ്ങൾ നന്നായി വരും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ നമുക്ക് ബന്ധങ്ങൾ നന്നായി വരുമ്പോൾ നമുക്ക് തുറന്ന് പറയാൻ പറ്റും, കാര്യങ്ങളെ തുറന്നു വെക്കാൻ പറ്റും, നമുക്ക് ആദരവ് നൽകാൻ പറ്റും, ആദരവ് ലഭിക്കുകയും ചെയ്യും, നമുക്ക് കരുണ നൽകാൻ പറ്റും, കരുണ ലഭിക്കുകയും ചെയ്യും. ബന്ധങ്ങൾ മെച്ചപ്പെടും എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. നാലാമതോ എംപവേഴ്സ് എക്സ്പ്രഷൻ. നമുക്കെന്താണ് പറയാനുള്ളത് എന്നുള്ളത് പറയാനുള്ള ശേഷി വന്നു ചേരും. നമുക്ക് സത്യസന്ധമായി കാര്യങ്ങളെ അവതരിപ്പിക്കാൻ പറ്റും. നമുക്ക് ഒരു കാപ്പി വെച്ചാലോ, ഇപ്പൊ കാപ്പിയൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മറുപടി പറയാ? നിനക്ക് വേണ്ടെങ്കിൽ എനിക്ക് വേണം എന്ന് പറയണ്ട. പകരം എനിക്ക് ഒരു ചെറിയൊരു തലവേദന ഉണ്ട്, എനിക്കൊരു കാപ്പി കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, വെച്ചാൽ രണ്ടുപേർക്കും കുടിക്കാലോ, എനിക്ക് വേണ്ട എന്ന് പുള്ളി അപ്പൊ പറയും, ഞാനൊന്ന് വെച്ചോട്ടെ. വളരെ സിമ്പിൾ ആയിട്ട് കഴിയും. എന്റെ ആവശ്യം എന്തെന്ന് പറയാൻ, അയാളെ വേദനിപ്പിക്കാതെ എന്റെ ആവശ്യം എന്തെന്ന് പറയുകയാണ് എംപവേഴ്സ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഈ നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ 4 കാര്യങ്ങൾ, അതായത് എംപതി ഉണ്ടാവുക, കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യുക, റിലേഷൻഷിപ്പ് മെച്ചപ്പെടുക, നമ്മുടെ എക്സ്പ്രഷൻസ്, നമ്മുടെ പ്രകടനങ്ങൾ മെച്ചപ്പെടുത്തുക എന്നിവയാണ് ഉണ്ടാവുക. ഓക്കെ. മാത്രമല്ല നമ്മൾ ഇതിലൊരു കാര്യം പറയാൻ വിട്ടുപോയത് റെസ്പെക്ടിങ് അതേഴ്സ് പെർസ്പെക്ടീവ്സ്. മറ്റൊരാളുടെ കാഴ്ചപ്പാടിനെ നമ്മൾ ആദരിക്കുന്ന ഒരവസ്ഥ കൂടെ ഇതിനകത്ത് ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഇതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി, തിയറി മനസ്സിലായി. ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രാക്ടീസ് ചെയ്യാൻ ഒളിമ്പസിന്റേതായിട്ടുള്ള വഴികളുണ്ട്. നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ളവർക്ക് ഉള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഈ പ്രോസസ്സ്, ഈ 4 ഘട്ടങ്ങളുണ്ടല്ലോ, ആ 4 ഘട്ടങ്ങളെയും കൃത്യമായിട്ട് മനസ്സിലാക്കുക. എങ്ങനെയാണ് ഇത് പോകുന്നത്? അത് സിസ്റ്റം ലൈഫ് സൈക്കിൾ എന്നാണ് പറയുക. ഒരിക്കൽ ഈ ഒരു വട്ടം വന്നു കഴിഞ്ഞാൽ അടുത്ത വാചകം പറയുമ്പോൾ വീണ്ടും ഈ വട്ടത്തിൽ കൂടെ പോയി, വീണ്ടും ഓരോ വട്ടത്തിൽ കൂടെ പോയി, അങ്ങനെ വട്ടത്തിൽ പോകുന്ന ആ ഒരു പ്രോസസ്സിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പ്രോസസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എന്നെ വേദനിപ്പിക്കാതെ, എനിക്ക് ടെൻഷൻ ഇല്ലാതെ ഞാൻ വളരെ കാമായിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകണം എന്നുള്ളത് നിർബന്ധം പിടിക്കുക. അത് പ്രാക്ടീസ് ചെയ്യാം. ഞാൻ എന്നെ കോൺഫ്ലിക്റ്റിലാക്കിക്കൊണ്ട്, എനിക്ക് ടെൻഷൻ ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നന്നാക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. എനിക്ക് ടെൻഷൻ ഉണ്ടാകാതിരിക്കണമെങ്കിൽ മറ്റുള്ളവർ ടെൻഷൻ ആകാതിരിക്കണം എന്നുള്ള കാര്യത്തിലേക്ക് നമ്മൾ ചെല്ലും. അപ്പോ സെൽഫ് എംപതി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരാളൊരു കാര്യം പറയുമ്പോൾ ഇതൊക്കെ എനിക്കറിയാം, നീ ഒന്നും പറയണ്ട എന്ന് പറയുന്നതിന് പകരം അയാൾ പറയുന്നതിന് മുഴുവൻ ഇരുന്ന് കേൾക്കുക. അയാൾക്കും വികാരങ്ങളുണ്ട്, അയാൾക്കും വാല്യൂസ് ഉണ്ട് എന്ന രീതിയിൽ കേട്ടു തുടങ്ങുക. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ തുടങ്ങുക. എൻഗേജ് ഇൻ എംപതിക് ലിസണിങ്. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുക. അത് ചിലപ്പോൾ നമ്മുടെ സമയം കൺസ്യൂം ചെയ്യുന്നതായിരിക്കാം, അതിനെ മാനേജ് ചെയ്യുക. പക്ഷെ കേൾക്കാനുള്ള മനസ്സുണ്ടാവുക. അതുപോലെ തന്നെ നോൺ വയലന്റ് ആയിട്ടുള്ള റിക്വസ്റ്റ്. നമുക്ക് കടയിൽ പോയിട്ട് ഒരു ഏട്ടാ ഒരു 1 കിലോ പഴം എന്ന് പറയുന്നത്,
പോയിട്ട് ചോദിക്കാം, ചേട്ടാ 1 കിലോ പഴം തരാം. അങ്ങനെ ചോദ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ 1 കിലോ പഴം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ പോയി പഴം എടുക്കാൻ പോവുകയുള്ളൂ. 1 കിലോ പഴം തരാമോ എന്ന് ചോദിച്ചാലോ, തരുന്നതിന് വിരോധം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാലോ, അതിനെന്താ ഇപ്പൊ തരാലോ എന്നായിരിക്കും മറുപടി പറയാം. അപ്പോ നോൺ വയലന്റ് റിക്വസ്റ്റുകൾ നടത്തി തുടങ്ങുക. നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ ഇണയോട് അല്ലെങ്കിൽ അമ്മയോട്, അമ്മ 1 ഗ്ലാസ് വെള്ളം എന്ന് പറയുന്നതിന് പകരം അമ്മേ 1 ഗ്ലാസ് വെള്ളം തരാം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ നല്ലപോലെ നോക്കും ഇവൻ എന്താ പറ്റിയെന്നുള്ള ഭാവം. അപ്പോ നോൺ വയലന്റ് ആയിട്ടുള്ള റിക്വസ്റ്റുകൾ നടത്തി തുടങ്ങുക. ഈ കാര്യങ്ങളുണ്ടല്ലോ, ഇതിപ്പോ ഈ മനസ്സിലായ കാര്യങ്ങളുണ്ടല്ലോ, ഇതൊക്കെ വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ ബസ്സിൽ പോകുമ്പോൾ, ബസ്സിൽ ഒരിടത്ത് ഇരിക്കാൻ പോവാ, ചേട്ടാ ഒന്ന് നീങ്ങിയിരിക്കാൻ പോകും, അല്ലെങ്കിൽ ഒരാൾ നമ്മൾ നീങ്ങിയിരിക്കാൻ പറഞ്ഞു, ഉടനെ തന്നെ അതിനെന്താ ഒന്നിരിക്കും. അവിടെ നമ്മൾ അവരോട് സൗഹൃദപൂർവ്വം അഭിമുഖമാകുന്ന ഒരവസ്ഥ വന്നാൽ അവിടെ ആ കോൺഫ്ലിക്റ്റ് ഇല്ലാതെയായി. അറിയാതെ തന്നെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ബസ്സിൽ കയറി 2 പേര്, ഒരാൾ ഒരു സീറ്റിൽ ഇരിക്കുന്നു, അവിടെ കയറി മറ്റൊരാൾ ഇടിച്ചിട്ടിരിക്കുന്നു, പിന്നെ അവിടെ നിന്ന് പോകുന്ന വഴി വടംവലിയാണ്, അങ്ങോട്ടേക്ക് തള്ളി ഇങ്ങോട്ടേക്ക് തള്ളി, ആ വടംവലി ഉണ്ടാവും. ഈ അവസ്ഥ മാറിപ്പോകും. അപ്പോ റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ, അതായത് നമ്മൾ നമ്മുടെ കൺട്രോളിലല്ലാത്ത സിറ്റുവേഷൻസിൽ ഈ നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷൻ അപ്ലൈ ചെയ്തു. പിന്നെ ചെറിയ ഗ്രൂപ്പുകളോ ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷൻ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അത് പ്രാക്ടീസ് വേണ്ട ആളുകൾക്ക് അത്തരത്തിൽ ഉണ്ടായിരിക്കും. നമ്മൾ ഒളിമ്പസിലെ സഹവാസങ്ങളും സത്സംഗങ്ങളിലൊക്കെ ഇത്തരം പ്രാക്ടീസുകൾ നിരന്തരം നടക്കുന്നുണ്ട്. കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളവർക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ലെങ്കിൽ നമ്മുടെ സഹവാസങ്ങളോ സത്സംഗത്തിലോ ഒക്കെ പങ്കെടുക്കാം. ഓക്കെ. അഡ്രസ്സിംഗ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. നമ്മുടെ അകത്തു നിന്നുള്ള പ്രതിരോധങ്ങളുണ്ട്. ഒരു സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ മറ്റേ അമ്മാവൻ ആ കല്യാണത്തിന് വരുന്നതുകൊണ്ട് ഞാൻ ആ വഴിക്ക് പോകില്ല എന്ന് ഉള്ളിൽ നിന്ന് റെസിസ്റ്റൻസ് വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കാണുക, നമ്മൾ അറിയുക. അമ്മാവനെ കാണുമ്പോൾ അമ്മാവനെ കാണാനുള്ള വിഷമമാണ് എൻ്റെ ഉള്ളിലുള്ളത്. അയാൾ വല്ലതൊക്കെ പറയും, അയാൾ എന്നെ കുറച്ച് തെറി പറഞ്ഞിട്ട് പോയതല്ലേ, അതുകൊണ്ട് അമ്മാവനെ കാണാൻ എനിക്ക് വയ്യ, അതുകൊണ്ട് ഞാൻ ആ കല്യാണത്തിന് പോകില്ല എന്ന് പറയുന്നതിന് പകരം ഇതാണ് എന്റെ പ്രശ്നം, അമ്മാവനെ കാണുന്നതിന്റെയാണ് പ്രശ്നം. കണ്ടു കഴിഞ്ഞാലോ അയാളോട് ഇതുപോലെ ഒരു റിക്വസ്റ്റ് നടത്തി കഴിഞ്ഞാൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കും? അയാൾക്ക് ഒന്നും ചെയ്യാതിരിക്കാൻ കഴിയില്ല. നിങ്ങൾ ഒരാളെ നോക്കി ചിരിച്ച് അയാളെ നിങ്ങളെ നോക്കി ചിരിക്കണമല്ലോ. നിങ്ങൾ ഒരാളോട് സുമുഖമായിട്ട് സുശീലമായിട്ട് ഒന്ന് പെരുമാറിയാൽ അവിടുന്ന് അതുപോലെ തന്നെ ഒരു മറുപടി കിട്ടും. അപ്പോ അകത്തും പുറത്തുമുള്ള പ്രതിരോധങ്ങൾ, നിങ്ങളുടെ ഉള്ളിലുണ്ടാവുന്ന പ്രതിരോധങ്ങളെ അറിയുക, നിരീക്ഷിക്കുക, അറിയുക, അതിനെ അഭിസംബോധന ചെയ്യുക. അതവിടെ ഉണ്ടാകരുത്, ഈ പ്രതിരോധങ്ങൾ ഉണ്ടാകരുത്. ഇതിനെ മാറ്റാൻ നിങ്ങൾ വർക്ക് ചെയ്യണം. ഓക്കെ. പിന്നെ അത് ഞാൻ എന്നുള്ള അവസ്ഥയ്ക്ക് പകരം നാം എന്നുള്ള അവസ്ഥയിൽ, കുടുംബത്തിന്റെ അവസ്ഥയിൽ, ദേശത്തിന്റെ അവസ്ഥയിൽ, സംഘടനയുടെ അവസ്ഥയിൽ, സ്ഥാപനത്തിന്റെ അവസ്ഥയിൽ, ബ്രോഡർ കോണ്ടെക്സ്റ്റിൽ വലിയ രീതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. നമ്മൾ ചെയ്യുന്നത് എന്തും ആർക്കും ദ്രോഹമില്ലാതെ പോകുന്ന രീതിയിൽ എന്തെല്ലാം ചെയ്യാം. ഞാൻ കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കുന്നു, പ്ലാസ്റ്റിക് വേണ്ടാന്ന് ഞാൻ വിചാരിച്ചു, കവറൊക്കെ കൊണ്ടുപോയി. പക്ഷെ കിട്ടിയ സാധനങ്ങളെല്ലാം പ്ലാസ്റ്റിക്കിൽ കമ്പനി തന്നെ സീൽ ചെയ്തിട്ടാണ് തരുന്നത്. ഞാൻ അവിടെ ചെന്ന് കടക്കാരനോട് യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടോ അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഞാൻ തെരുവിൽ വലിച്ചെറിഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോഴും കാര്യമില്ല. ഞാൻ അതിനു പകരം അവയെല്ലാം ചുരുട്ടിക്കൂട്ടി ഹരിതകർമ്മസേന വരുന്ന സമയത്ത് അവരുടെ കയ്യിലേക്ക് കൊടുക്കും. അത്ര വരെ നമുക്ക് റോളുള്ളൂ. സ്വന്തമായിട്ട് വയലിടവും കൃഷിയിടവും ഇല്ലാത്തവൻ ഇതേ ചെയ്യാൻ നിവൃത്തിയില്ല. സ്വാശ്രയത്വം ഇല്ലാത്തവൻ മുഴുവൻ പ്ലാസ്റ്റിക്കിനെ ആശ്രയിക്കണം, പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന കമ്പനികളെ ആശ്രയിക്കണം, പ്ലാസ്റ്റിക് വ്യവസായത്തെ ആശ്രയിക്കണം, പിന്നെ പ്ലാസ്റ്റിക്കിന്റെ പേരിൽ കാർബൺ ഫുട് പ്രിന്റിന്റെ ടാക്സ് കൊണ്ടുവരാൻ പോകുന്ന ഹരിതകർമ്മസേനയെ ആശ്രയിക്കണം. ഇതിനെല്ലാം നമ്മൾ ആശ്രയിച്ചേ പറ്റൂ. പക്ഷെ അവിടെയും ആരെയും നോവിക്കാതെ അതെടുത്ത്, നിങ്ങൾ എന്തിനാ 50 രൂപ ചോദിക്കുന്നു എന്ന് ചോദിക്കാതെ അവർക്ക് അതെടുത്ത് കൊടുത്ത് ആ ഒരു പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ബ്രോഡർ കോണ്ടെക്സ്റ്റിലായിരിക്കുക. നമ്മൾ ഒരു ചെടിയെ പോലും ഇപ്പൊ ചുടുവെള്ളം നമ്മൾ മണ്ണിലേക്ക് ഒഴിക്കുമ്പോൾ, പാചകത്തിന് എടുത്ത വെള്ളം നമ്മൾ മണ്ണിലേക്ക് ഒഴിക്കുന്ന സമയത്ത് അവിടുത്തെ സൂക്ഷ്മജീവികൾ ചത്തുപോകും. അത് ചത്തുപോകണെ പോട്ടെ എന്ന് വിചാരിക്കുന്നതിന് പകരം അത് ആറാം വെച്ചതിന് ശേഷം ഒഴിക്കുക. അവിടെയും നിങ്ങൾ നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷൻ ആണ് നടത്തുന്നത്, മണ്ണുമായിട്ടുള്ള നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അതുപോലെ ഞാൻ എന്നുള്ള വ്യക്തി മറ്റൊരാൾ മുമ്പിൽ വന്നിരിക്കുമ്പോൾ അയാളുമായിട്ട് സംവദിക്കുന്ന ആ കോണ്ടെക്സ്റ്റും വിട്ടിട്ട് ജീവിതത്തിന്റെ വിവിധങ്ങളായ വിപുലങ്ങളായ കോണ്ടെക്സ്റ്റുകൾ ഇതിനെ പ്രയോഗിക്കുക. സ്ഥിരമായി പഠിക്കുക. എന്തൊക്കെയാണ് ഞാൻ, എന്റെ ഏത് പെരുമാറ്റമാണ്, എന്റെ ഏത് കാര്യമാണ് മറ്റുള്ളവർക്ക് നോവുണ്ടാക്കുന്നത്, അത് ഒഴിവാക്കുക. നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം കഴിഞ്ഞ ശേഷം കാര്യത്തെ ബോധ്യമായാൽ ഞാനിപ്പോ ചെയ്യുന്നത് പോലെ, ഞാനിപ്പോ ഇന്നല്ല ചെയ്യുന്നത്, ഒരുപാട് കാലമായി ചെയ്യുന്നു,
മറ്റുള്ളവർക്ക് നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള കാര്യം ഉണ്ടെന്നും അതെന്താണെന്നും പഠിപ്പിക്കുക, അവർക്ക് പങ്കിടുക, അവരെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുക. കൂടുതൽ പഠിപ്പിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കും, കൂടുതൽ നമുക്ക് പ്രാക്ടീസ് വരും, കൂടുതൽ നമുക്ക് ശ്രദ്ധ വരും, കൂടുതൽ ഉത്തരവാദിത്തം വരും. അപ്പൊ ഇങ്ങനെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി വീണ്ടും ഒരു ചോദ്യോത്തരിയിലേക്ക് നമുക്ക് പോവാം. ഈ ചോദ്യോത്തരി ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്നതറിയാൻ വേണ്ടിയിട്ട്. അപ്പോ ഇതിലും ഇങ്ങനെയാണ്, 1 മുതൽ 5 വരെയാണ് മാർക്ക്. പക്ഷെ അതിന് 1 മുതൽ 5 വരെയുള്ള ഉത്തരങ്ങൾ എങ്ങനെയാണ്? ശക്തമായി നിഷേധിക്കുന്നു, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, സമ്മതിക്കുന്നു, ഞാൻ പൂർണ്ണമായും സമ്മതിക്കുന്നു എന്നുള്ളതാണ് മാർക്കുകൾ. സ്ട്രോങ്ലി ഡിസഗ്രി, ന്യൂട്രൽ, എഗ്രി, സ്ട്രോങ്ലി എഗ്രി, ഇങ്ങനെ 5 തരത്തിലാണ്. നിങ്ങൾ പറയുന്ന കാര്യത്തെ നിങ്ങൾ പൂർണ്ണമായിട്ട് സമ്മതിക്കുന്നുണ്ടെങ്കിൽ 5 മാർക്ക് കൊടുക്കുക, ഒട്ടും സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 1 മാർക്ക് കൊടുക്കുക. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്. I can clearly differentiate between observations and judgment when communicating with others. മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്തുമ്പോൾ എനിക്ക് നിരീക്ഷണങ്ങളും വിധിന്യായങ്ങളും തമ്മിൽ വ്യക്തമായി വേർതിരിച്ചറിയാൻ കഴിയും. ഞാൻ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ അയാളെ നിരീക്ഷിക്കുകയാണോ ചെയ്യുന്നത്, അതോ ഞാൻ അയാളെ വിധിച്ചുകൊണ്ട് മുൻവിധിയോടുകൂടിയാണോ കാണുന്നത് എന്നത് എനിക്ക് തിരിച്ചറിയാൻ കഴിയും എന്നുണ്ടെങ്കിൽ 5 മാർക്ക് കൊടുക്കുക, ഒട്ടും കഴിയില്ല എന്നുണ്ടെങ്കിൽ 1 മാർക്ക് കൊടുക്കുക. മറ്റുള്ളവരുമായിട്ട് ആശയവിനിമയം നടത്തുമ്പോൾ ഞാൻ അവരെ നിരീക്ഷിക്കുകയാണോ ചെയ്യുന്നത്, അതോ അവരെ മുൻവിധിയോടെ കാണുകയാണോ ചെയ്യുന്നത്? ഓക്കെ, അടുത്തത് രണ്ടാമത്തെ ചോദ്യം. I understand the importance of expressing my feelings without blaming others. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ എന്റെ വികാരങ്ങളെ പ്രകടിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കുന്നു. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ എന്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കേണ്ടതുണ്ട്, അത് പ്രകടിപ്പിക്കണം. പക്ഷെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ പ്രകടിപ്പിക്കണം. എനിക്ക് എന്താണോ പറയാനുള്ളത് അത് പറയണം, പക്ഷെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ പറയണം. അതിന്റെ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കുന്നു. പൂർണ്ണമായി മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ 5 മാർക്ക്, ഒട്ടും മനസ്സിലാക്കുന്നില്ലെങ്കിൽ 1 മാർക്ക്. പൂർണ്ണമായിട്ട് നിഷേധിക്കുന്നു, ഞാൻ അത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയാൽ മതി, മറ്റുള്ളവരുടെ വികാരങ്ങളെ ഞാൻ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയേണ്ട കാര്യമില്ല, അവരെ കുറ്റപ്പെടുത്തിയാൽ മതി, എന്റെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എന്റെ വികാരങ്ങളെ പ്രകടിപ്പിക്കാമെന്നാണ് തോന്നുന്നെങ്കിൽ അങ്ങനെ. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം. സംഭാഷണങ്ങളിൽ I am confident in identifying my needs and recognizing the needs of others during conversations. സംഭാഷണങ്ങളിൽ എന്റെ ആവശ്യങ്ങൾ തിരിച്ചറിയുന്നതിലും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയുന്നതിലും എനിക്ക് ആത്മവിശ്വാസമുണ്ട്. അതായത് എന്റെ ആവശ്യം എനിക്ക് തിരിച്ചറിയാം, സംഭാഷണം നടത്തുമ്പോൾ അവരുടെ ആവശ്യം എന്താണെന്നും തിരിച്ചറിയാം. ഈ 2 ആവശ്യങ്ങളും തിരിച്ചറിയാൻ എനിക്ക് കഴിയും എന്നതിൽ ആത്മവിശ്വാസം ഉണ്ടെന്നുള്ളതാണ്. പൂർണ്ണമായിട്ടും ആത്മവിശ്വാസമുണ്ടെങ്കിൽ 5 മാർക്ക്, ഒട്ടും ആത്മവിശ്വാസമില്ലെങ്കിൽ 1 മാർക്ക്. അവരുടെ ആവശ്യം തിരിച്ചറിയാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ അതിന് 1 മാർക്ക്. അടുത്തത്, I can explain the difference between making a request and making a demand in context of a non-violent communication. അഹിംസാത്മക വിനിമയത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു അഭ്യർത്ഥനയും ആവശ്യം ഉന്നയിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് വിശദീകരിക്കാൻ കഴിയും. അതായത് ഇപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയതിന്റെ വെളിച്ചത്തിൽ എന്താണ് ഒരു റിക്വസ്റ്റ്, അതിന് പകരം എന്താണ് ഒരു ഡിമാൻഡ് എന്നുള്ളതിന്റെ വ്യത്യാസം എന്താണെന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയുമോ ഇല്ലയോ? നന്നായിട്ട് വിശദീകരിക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും എഗ്രി ചെയ്യും. ഒട്ടും കഴിയില്ല എന്നാണെങ്കിൽ 1. ഓക്കെ, I feel that I have the tools to listen empathetically and understand the feelings and needs of others. സഹാനുഭൂതിയോടെ കേൾക്കാനും മറ്റുള്ളവരുടെ വികാരങ്ങളും ആവശ്യങ്ങളും മനസ്സിലാക്കാനുമുള്ള ശേഷി എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ശേഷി അല്ലെങ്കിൽ അതിനുള്ള ടൂളുകൾ ഉണ്ടെന്ന് തോന്നുന്നു. അതായത് മറ്റൊരാളുടെ കാര്യത്തെ സഹാനുഭൂതിയോടെ കേൾക്കാനും അവരുടെ വികാരങ്ങളെയും ആവശ്യങ്ങളെയും മനസ്സിലാക്കാനുമുള്ള ശേഷി എനിക്കുണ്ട് എന്ന് തോന്നുന്നു. ശേഷി ഉണ്ടെങ്കിൽ 5 മാർക്ക്, ശേഷി ഒട്ടുമില്ലെങ്കിൽ 1 മാർക്ക്. ഇതിന്റെ ഇടയിൽ എവിടെയാ നിൽക്കുന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാം. എന്നിട്ട് അടുത്തത്, I understand how non-violent communication can be used to resolve conflict and improve relationship. പൊരുത്തക്കേടുകൾ പരിഹരിക്കാൻ, നിങ്ങളും സുഹൃത്തും തമ്മിൽ, നിങ്ങളും ഭാര്യയും തമ്മിൽ, നിങ്ങളും ഭർത്താവും തമ്മിൽ ഒരു പൊരുത്തക്കേടുണ്ടെന്നിരിക്കട്ടെ, പൊരുത്തക്കേടുകൾ പരിഹരിക്കാനും ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും
ഈ അഹിംസാത്മക വിനിമയം എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ 5 മാർക്ക്, ഒട്ടും മനസ്സിലായിട്ടില്ലെങ്കിൽ 1 മാർക്ക്, കുറച്ച് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇടയിൽ. ഓക്കെ, അടുത്തത്, ഐ ആം അവെയർ ഓഫ് ഹൗ മൈ ലാംഗ്വേജ് ക്യാൻ ഇമ്പാക്ട് ദ ഇമോഷൻസ് ആൻഡ് റിയാക്ഷൻസ് ഓഫ് അതേഴ്സ്. എന്റെ ഭാഷ മറ്റുള്ളവരുടെ വികാരങ്ങളെയും പ്രതികരണങ്ങളെയും എങ്ങനെ സ്വാധീനിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഉപയോഗിക്കുന്ന ഭാഷയുണ്ടല്ലോ, ആ ഭാഷ മറ്റുള്ളവരുടെ വികാരങ്ങളെയും പ്രതികരണങ്ങളെയും എങ്ങനെ സ്വാധീനിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഡാ ഇവിടെ വാ എന്ന് പറയുന്നതും മോനെ ഒന്ന് ഇങ്ങോട്ട് വരാമോ എന്ന് ചോദിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം, അതെങ്ങനെ സ്വാധീനിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ 5 മാർക്ക്, അതൊട്ടും എനിക്ക് ബോധ്യമാകുന്നില്ലെങ്കിൽ 1 മാർക്ക്. ഓക്കെ, I feel prepared to apply the principles of non-violent communication in real life situation, both personal and professional. വ്യക്തിപരവും പ്രൊഫഷണലുമായിട്ട് യഥാർത്ഥ ജീവിത സാഹചര്യങ്ങളിൽ അഹിംസാത്മക വിനിമയത്തിന്റെ തത്വങ്ങൾ പ്രയോഗിക്കാൻ ഞാൻ തയ്യാറാണെന്ന് തോന്നുന്നു. ഞാൻ അതിന് തയ്യാറാണ് എന്ന് തോന്നിയാൽ 5 മാർക്ക്. ഞാൻ അതിന് യുക്തനാണ്, ഞാൻ തയ്യാറാണെന്ന് തോന്നിയാൽ 5 മാർക്ക്. ഒട്ടും തയ്യാറല്ലാന്ന് തോന്നിയാൽ 1 മാർക്ക്. ഓക്കെ, 9ാമത്തെ ചോദ്യം, ഐ ക്യാൻ ഐഡന്റിഫൈ ദ 4 key components ഓഫ് നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷൻ. അഹിംസാത്മക വിനിമയത്തിന്റെ 4 പ്രധാന ഘടകങ്ങൾ എന്താണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയും. 4 ഞാൻ നേരത്തെ പറഞ്ഞു, അത് 4 നിങ്ങൾ എഴുതിയിട്ടിട്ടുണ്ടാവും. അവ എന്താണെന്ന് കണ്ടാൽ എനിക്ക് തിരിച്ചറിയാൻ കഴിയും. വിനിമയം ഉണ്ടാകുന്ന സമയത്ത് അത് 4 എന്താണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയും. ഇത് 4 അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. ആ 4 എനിക്ക് തിരിച്ചറിയാൻ കഴിയും. തിരിച്ചറിയാൻ കഴിയുമെന്നുണ്ടെങ്കിൽ 5 മാർക്ക്, തിരിച്ചറിയാൻ കഴിയില്ലെങ്കിൽ, ഒട്ടും കഴിയില്ലെങ്കിൽ 1 മാർക്ക്. ഇതിന്റെ ഇടയിൽ എവിടെയെങ്കിലുമാണ് കുറച്ചൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച്. ഓക്കെ, 10ാമത്തെ ചോദ്യം, ഐ ഫൗണ്ട് ദ പ്രസന്റേഷൻ ഓൺ നോൺ വയലന്റ് കമ്മ്യൂണിക്കേഷൻ ക്ലിയർ, ഇൻഫോർമേറ്റീവ് ആൻഡ് റെലവന്റ് ടു മൈ നീഡ്സ്. അഹിംസാത്മക വിനിമയത്തിന്റെ ഈ അവതരണം, ഞാൻ അവതരിപ്പിച്ച അവതരണം വ്യക്തവും വിജ്ഞാനപ്രദവും എന്റെ ആവശ്യങ്ങൾക്ക് പ്രസക്തവുമാണെന്ന് ഞാൻ കണ്ടെത്തുന്നു. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ 5 മാർക്ക്, ഒട്ടുമില്ലെങ്കിൽ 1 മാർക്ക്. ഓക്കെ, 5ലും അധികം മാർക്ക് ഉണ്ടെന്നാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഹനീഷിന്റെ വക 6 മാർക്ക്. കൊള്ളാം. അപ്പോ ഇതിനെ എങ്ങനെ നമ്മൾ പരിഭാഷപ്പെടുത്തുക? അപ്പൊ നിങ്ങളുടെ മാർക്കുകൾ, ആ കൂട്ടിയ മാർക്കുകൾ ഒന്ന് ഇവിടെ എഴുതിയിടും. കൂട്ടിയ മാർക്കുകൾ, എല്ലാ മാർക്കുകളും കൂട്ടിയിട്ട് ഒന്ന് എഴുതിയിടും. അപ്പോ നിങ്ങൾക്ക് ഇപ്പൊ എത്രയാണ് മാർക്ക് കിട്ടിയത് അതിന്റെ ഡബിൾ കാണുക. അത്ര ശതമാനമാണ് നിങ്ങൾക്ക് ഈ സെഷന്റെ അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങൾക്ക് ഇതിൽ നിന്നും മനസ്സിലായത് ഇത്രത്തോളമാണ്. അപ്പോ 40 മുതൽ 50 വരെ പോയിന്റുകളാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോങ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. 30 മുതൽ 39 ആണെങ്കിൽ നിങ്ങൾ കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് കൂടുതൽ പ്രാക്ടീസും ക്ലാരിഫിക്കേഷനും ആവശ്യമാണെന്നർത്ഥം. 20-29 പോയിന്റുകളാണെങ്കിൽ ബേസിക് ആയിട്ട് മനസ്സിലായിട്ടുണ്ട്, പക്ഷെ കൂടുതൽ വിശദീകരണം ആവശ്യമാണെന്ന് മനസ്സിലാവുക. 10 മുതൽ 19 വരെ ആണെങ്കിൽ ഈ പറഞ്ഞ കാര്യം മനസ്സിലാക്കാൻ നല്ലപോലെ ബുദ്ധിമുട്ട്, ഒട്ടും പിടികിട്ടിയില്ല അർത്ഥം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ പ്രാക്ടീസ് ഞങ്ങളുടെ കൂടെ ചെയ്യണം തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ പഠിക്കാൻ വഴികളുണ്ട്. ലേൺ ക്വാണ്ടം ലൈഫ് പ്രാക്ടീസ് എന്ന് പറഞ്ഞ PSP, ക്യൂലൈഫിന്റെ PSP എന്നുള്ളൊരു പ്രാക്ടീസ് ഉണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ പ്രയോഗിക്കാനുള്ള ഒരു പ്രാക്ടീസാണ്. അതുപോലെ തന്നെ അടുത്ത് വരാൻ പോകുന്ന ഒരു പ്രാക്ടീസാണ് പോസിറ്റിവേഷൻ. പോസിറ്റിവേഷൻ എന്ന് വെച്ചാൽ എന്ത് അവസ്ഥ വന്നാലും അതിനെ, എന്ത് നെഗറ്റീവായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് നമ്മൾ ശുഭകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറാനുള്ളതാണ് പോസിറ്റിവേഷൻ എന്നുള്ളത്. അതുപോലെ തന്നെ ഇമോഷണൽ ബ്യൂട്ടി, വൈകാരിക സൗന്ദര്യം എന്നുള്ളത്, വൈകാരിക പ്രശ്നങ്ങളിൽ നിന്നും വൈകാരിക സൗന്ദര്യത്തിലേക്ക് പോകുന്ന ഒരു പ്രോഗ്രാമാണിത്. അതുപോലെ തന്നെ സിമ്പിൾ ഹെൽത്ത് എന്ന് പറയുന്നത്, ഇതൊക്കെ നടക്കണമെങ്കിൽ ആരോഗ്യം ഭംഗിയായിരിക്കണം, എങ്കിലേ അത് നടക്കൂ. അപ്പോൾ അതെങ്ങനെ സംരക്ഷിക്കാം എന്നുള്ള കാര്യം, ഇത് നല്ല രീതിയിൽ സംഭവിക്കണമെങ്കിൽ നമ്മുടെ വീട്ടില് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇണത്തം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളെങ്കിൽ സുഹൃത്തുക്കളുമായിട്ടൊരു ഇണത്തം ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് പോസിറ്റീവ് പെയർഹുഡ് എന്നുള്ള ഒരു അവസ്ഥ. പിന്നെ മക്കളുള്ളവരാണെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള പാരന്റിങ് എങ്ങനെയാണെന്നുള്ള കാര്യം, ഇതെല്ലാം നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ പോലുള്ള കാര്യങ്ങൾ, ഈ നിയമങ്ങളെ ആധാരമാക്കി പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ഇതെല്ലാം വരുന്നത് ലൈഫ് ഹെൽത്ത് അല്ലെങ്കിൽ ജീവിതാരോഗ്യം എന്നുള്ളൊരു പാഠ്യ പരമ്പരയിലാണ്. അതിൽ നിങ്ങൾക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, ഇതെല്ലാം ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ സംവിധാനങ്ങളുണ്ട്. അതിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഫോൺ നമ്പർ അവിടെ കൊടുക്കാം. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി. ഓക്കെ,
ആ, ഇതുപോലെ അല്ലാതെ നമുക്ക് വേറെയും പ്രോഗ്രാമുകളുണ്ട്. ഇപ്പൊ ദിവസവും രാവിലെ ഓൺലൈനായിട്ട് സത്സംഗങ്ങളുണ്ട്, സഹവാസങ്ങളുണ്ട് എല്ലാ 2 മാസം കൂടുമ്പോഴും. ഫെലോഷിപ്പ് പ്രോഗ്രാമുകളുണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇതിനെക്കുറിച്ച് വെച്ചാൽ പ്രപഞ്ച സംവിധാനത്തിൽ എന്റെ നില എന്താണ്, നിലനിൽപ്പ് എന്താണെന്ന് മുതലുള്ള മുഴുവൻ കാര്യങ്ങളും പഠിക്കാനുള്ള ഫെലോഷിപ്പ് പ്രോഗ്രാമുകളുണ്ട്. പിന്നെ ഈ പറയുന്ന പോലുള്ള ക്യൂലെസ് പ്രാക്സിസ് ട്രെയിനിങ് ഉണ്ട്. പിന്നെ പാരന്റിങ് ഗ്രീൻ സ്കൂളിങ്ങിന്റെ ഫെലോഷിപ്പുകളുണ്ട്. പിന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ഇക്കോ സ്പിരിച്വൽ പ്രാക്ടീസുകളുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അപ്പോ ഈ പ്രസന്റേഷൻ കേട്ടിരുന്ന എല്ലാവർക്കും എന്റെ നന്ദി പ്രകാശിപ്പിക്കുന്നു. നമസ്കാരം.